السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഹജ്ജ്, ഉംറ എന്നീ കർമ്മങ്ങളെക്കുറിച്ച് ചെറിയ ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങളും രീതികളും മസാലകളും മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാന ഘടകങ്ങളിൽപ്പെട്ടതാണ് ഹജ്ജും ഉംറയും. പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രനുമായ എല്ലാ മുസ്ലിമിനും 3 കാര്യങ്ങൾ പൂർത്തിയായാൽ അവർക്ക് ഹജ്ജും ഉംറയും നിർബന്ധമായി. അഥവാ അതിനാവശ്യമായ സാമ്പത്തിക സൗകര്യം, ശാരീരികമായ ആരോഗ്യം, യാത്രാ സംബന്ധമായ സൗകര്യം, ഇത് പൂർത്തിയായാൽ അവർക്ക് ഹജ്ജ് നിർബന്ധമായി. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. സാമ്പത്തിക സൗകര്യവും ശാരീരികമായ ആരോഗ്യവും യാത്രാ സംബന്ധമായ സൗകര്യവും പൂർത്തിയായാൽ അവർ വിശുദ്ധമായ കഅബത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നാം ഒരിക്കലും ഹജ്ജ് ഉപേക്ഷിക്കാൻ പാടില്ല. ഹജ്ജ് ഒഴിവാക്കുന്നത് വലിയ കുറ്റമാണ്. ചില ആളുകൾ ഈ സൗകര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടും ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഹജ്ജും ഉംറയും ഉപേക്ഷിക്കാറുണ്ട്. അഥവാ ചിലർ പറയും, മകളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മകന്റെ വീട് നിർമ്മിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഹജ്ജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ടുപോകാനുള്ള പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് ഹജ്ജ് ചെയ്യാതിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഉംറ ചെയ്യാതിരിക്കുന്നത് കാണാം. അതൊരിക്കലും നാം ചെയ്യാൻ പാടില്ല. കാരണം ഹജ്ജ്, ഉംറ എന്ന് പറയുന്നത് അത് ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഓരോരുത്തരെടുക്കലും അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവർ ചെയ്യണം. മാതാപിതാക്കൾക്ക് കഴിവുണ്ടെങ്കിൽ അവർ ചെയ്യണം, ഭാര്യയ്ക്ക് കഴിവുണ്ടെങ്കിൽ അവർ ചെയ്യണം, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. ഇനി മാതാപിതാക്കളുടെയും ഭാര്യയുടെയും ഒക്കെ പൈസ നമ്മൾ എടുത്തുകൊണ്ട് അവർ ഹജ്ജിന് കൊണ്ടുപോയാൽ അവർക്കും കൂലി കിട്ടും, നമുക്കും കൂലി കിട്ടും. പക്ഷെ അവർക്ക് പൈസ ഇല്ല എന്ന് കരുതിയിട്ട് നമുക്ക് ഹജ്ജിന്റെ നിർബന്ധം ഒഴിവാകുന്നതല്ല. അതുകൊണ്ട് ഈ സൗകര്യങ്ങൾ ഒത്തുകിട്ടിയാൽ, ഒരാൾക്ക് വീടുണ്ട്, താമസ സൗകര്യമുണ്ട്, അത് ആ ചുറ്റുപാട് കഴിഞ്ഞിട്ട് അവനിക്ക് ഭൂമി വേറെയുണ്ട് എങ്കിൽ ആ ഭൂമി വിറ്റ് അവൻ ഹജ്ജിന് പോകണം. അതുപോലെ അവന്റെ കുടുംബത്തിന് അവൻ ഹജ്ജിന് പോയി അല്ലെങ്കിൽ ഉംറക്ക് പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ചെലവിനുള്ള പൈസ കഴിച്ച് അവന്റെ അടുക്കൽ സമ്പത്തുണ്ട്. എന്നാൽ ആ സമ്പത്ത് ചെലവഴിച്ച് അവൻ ഹജ്ജിന് പോകണം, അതുപോലെ ഉംറക്ക് പോകണം. ഹജ്ജിന് പോയി എന്നതുകൊണ്ട് ഉംറ ഒഴിവാകുകയില്ല, ഉംറക്ക് പോയി എന്നതുകൊണ്ട് ഹജ്ജും ഒഴിവാകുകയില്ല. ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് ഉംറയും കൂടി ചെയ്യാൻ കഴിയും, അത് മറ്റൊരു വിഷയം. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയായവര് നിർബന്ധമായും യഥാവിധി ഹജ്ജും ഉംറയും നിർവഹിക്കണം. വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ഹജ്ജിന്റെയും ഉംറയുടെയും ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പറയുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹി ജമീഅ. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തീകരിക്കുവീൻ. അതുപോലെ ഹദീസിന്റെ കിതാബിൽ കാണാം, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅക യൗമ വലദതു ഉമ്മു. ഒരാള് ഹജ്ജ് നിർവഹിച്ചു, അതിൽ അവന്റെ വക്കൽ നിന്ന് വൈകാരികമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല, അതുപോലെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല, എന്നാൽ അവൻ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവൻ സംശുദ്ധവാനായി മടങ്ങാൻ കഴിയുമെന്ന്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരാള് സ്വീകാര്യോഗ്യമായ ഹജ്ജ് നിർവഹിച്ചാൽ അവനിക്ക് ലഭിക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ കുറ്റമറ്റതായ ഹജ്ജ്. അഥവാ ഹജ്ജിന് പുറപ്പെട്ട് തിരിച്ചു വരുന്നത് വരെ അവന്റെ വക്കൽ നിന്ന് അശ്ലീലമായ കാര്യങ്ങളോ അനാവശ്യമായ കാര്യങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഒന്നും സംഭവിക്കാതെ അവൻ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ അവനിക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് സ്വർഗമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഹജ്ജ് ചെയ്യുന്നതോടുകൂടി അവന്റെ മുൻകാല പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്നും ഹജ്ജ് ചെയ്യുന്നവനും അവൻ പൊറുക്കല്ല തേടുന്നവർക്കും അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഹജ്ജിനും ഉംറക്കൊക്കെ നാം പുറപ്പെടുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അതിൽ വരുന്ന കർമ്മങ്ങൾ, അതിൻ്റെ നിബന്ധനകൾ, അതിൻ്റെ രീതികൾ, അതിലെ മര്യാദകൾ, അതൊക്കെ നാം ശരിക്ക് മനസ്സിലാക്കിയിരിക്കണം. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതില് ഫർളായവ ഏതാണ്, അതില് നിർബന്ധമായവ ഏതാണ്, അതില് ഷർത്തുകൾ ഏതൊക്കെയാണ്, ഈ സുന്നത്തുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നാം വേർതിരിച്ച് മനസ്സിലാക്കുക എന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും നാം പുറപ്പെടുമ്പോൾ അതിന്റെ ക്ലാസ്സുകൾ കേട്ട്, അതിന്റെ പുസ്തകങ്ങൾ വായിച്ച്, ആ ഇബാദത്തിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിട്ട് നാം ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെതായ പ്രതിഫലം ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഹജ്ജും ഉംറയും അത് യഥാവിധി നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇനി നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഹജ്ജിന് അവസരം ലഭിച്ചു, അല്ലെങ്കിൽ നാം ഉംറക്ക് ഒരുങ്ങി. എന്നാൽ നാം ആദ്യമായി ചെയ്യേണ്ടത് നല്ലപോലെ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. ചെയ്തുപോയ ദോഷങ്ങളിൽ നിന്നൊക്കെ തൗബ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായ കഅബ സന്ദർശിക്കാൻ പാകപ്പെടുന്ന രൂപത്തിൽ നാം ശുദ്ധിയാകണം. അതുപോലെ ഹക്കടപാടുകൾ അതുകളൊക്കെ വീട്ടി, സാമ്പത്തികമായി ആർക്കെങ്കിലും നൽകാനുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ആ ബാധ്യതകളൊക്കെ അവൻ ഒഴിവാക്കി, അതുപോലെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ച് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പൂർണ്ണാർത്ഥത്തിൽ ഈ വിശുദ്ധ കർമ്മം ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് അവനായിത്തീരണം. അങ്ങനെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഇനി ഹജ്ജിന് പുറപ്പെടുന്ന ദിവസം അല്ലെങ്കിൽ ഉംറക്ക് പുറപ്പെടുന്ന ദിവസം, ആ ദിവസത്തിൽ ഇനി നാം ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഇനി പറയുന്നത്. നമുക്ക് ഹജ്ജിന് പോകാനുള്ള ദിവസം അറിഞ്ഞു, അല്ലെങ്കിൽ ഉംറക്ക് പോകാനുള്ള ദിവസം തീരുമാനിച്ചു. എന്നാൽ നാം ആ ദിവസത്തിൽ ലഗേജുകളും അതിന് വേണ്ട സാധന സാമഗ്രികളും എല്ലാം തയ്യാർ ചെയ്ത് നാം ഹജ്ജിന് പുറപ്പെടുകയാണ്. എന്നാൽ ആ ദിവസത്തിൽ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് നാം ചെയ്യേണ്ടത് യാത്രയുടെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നാം നിസ്കരിക്കണം. ഇത് നിസ്കാരം കറാഹത്തുള്ള സമയമാണെങ്കിൽ ചെയ്യരുത്. സുബൈന്റെ ശേഷം അസറിന്റെ ശേഷം നിസ്കരിക്കൽ കറാഹത്തുള്ള സമയമാണല്ലോ, ആ സമയത്ത് അത് ചെയ്യരുത്. അല്ലാത്ത സമയമാണെങ്കിൽ യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിൽ 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. പിന്നീട് അവിടെ തന്നെ ഇരുന്ന് ഒരു ആയത്തുൽ കുർസി ഓതുക. അത് അവൻ വീട്ടിൽ നിന്ന് പോവുകയാണല്ലോ, ആയത്തുൽ കുർസി അവനക്ക് പ്രതിനിധിയായി കൊണ്ടുണ്ടാകുമെന്നാണ്. പിന്നീട് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് 3 ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം ലൈലത്തശ് ശിതാ എന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതുക. അത് ഓതിയാൽ അവനക്ക് സുരക്ഷിതമായ യാത്ര ലഭിക്കുകയും യാത്രയിലുള്ള എല്ലാ ക്ലേശങ്ങളും ഇല്ലാതെയാകുകയും ചെയ്യുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഓതിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ കുടുംബത്തിനും ബന്ധുക്കൾക്കും അതുപോലെ സുഹൃത്തുക്കൾക്കുമൊക്കെ യാത്ര പറയലാണ്. യാത്ര പറയുന്ന സമയത്ത് യാത്ര പറയുന്നവനും യാത്ര അയക്കുന്നവരുമൊക്കെ സ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതീം അമലിക വസബ്ബതക അല്ലാഹു തഖ്വ വഗഫറ ദംബക വയസ്സർ ലക്കൽ ഖൈറ ഹൈസുമാ കുൻ എന്ന ആ ദുആ ചൊല്ലണം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് ഇടത് കാല് എടുത്തു വെച്ചുകൊണ്ട് ഇറങ്ങുക. ആ സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലുകയും ചെയ്യുക. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി വാഹനത്തിലേക്ക് കയറുമ്പോൾ
ആ സമയത്തുള്ള ദിക്ർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അത് ചൊല്ലുക. അങ്ങനെ വീട്ടിൽ നിന്ന് യാത്ര പോവുകയാണ്. വാഹനത്തിൽ കയറി പോകുന്ന സമയത്ത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഖുൽ ഇദാ ജാഅ നസ്റുല്ലാഹി ഖുൽ വല്ലാഹു അഹദ് റബ്ബിൽ ഫലക് റബ്ബിൻ നാസ് എന്നീ സൂറത്തുകൾ ഓതുക. അങ്ങനെ അവൻ യാത്ര പോകുമ്പോൾ പ്രൈവറ്റ് ഗ്രൂപ്പിലാണെങ്കിൽ എയർപോർട്ടിലേക്ക് പോകുന്നു, ഗവൺമെന്റ് ഗ്രൂപ്പിലാണെങ്കിൽ ഹജ്ജ് ക്യാമ്പിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ എത്തിയാൽ ഇനി ഇഹ്റാം ചെയ്യുക എന്നതാണ്. ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും ഇഹ്റാം ചെയ്യുക എന്നത് ഫർളാണല്ലോ. അപ്പോ ആ ഇഹ്റാം ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് ഒരു 6 കാര്യങ്ങൾ സുന്നത്തായിട്ട് നാം പൂർത്തിയാക്കണം. ആ 6 കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടിയാണ് അവന് ഇഹ്റാമിന് യോഗ്യമാകുന്നത്. ആ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. നാം പോകുന്നത് ഹജ്ജിനാണ് എങ്കിലും ഇവിടുന്ന് നാം ഇഹ്റാം ചെയ്യുക ഉംറക്കാണ്. എന്തുകൊണ്ട്? ഈ ഹജ്ജിന് ഇഹ്റാം ചെയ്തു പോയാൽ അവൻ ദുൽഹജ്ജ് 10 വരെ ഇഹ്റാമിലായി കൊണ്ട് നിൽക്കേണ്ടി വരും. അത് പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ ഇവിടുന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് പോവുക. ഉംറക്ക് പോകുന്നവർ പിന്നെ ഏതായാലും ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഉംറയുടെ കാര്യങ്ങൾ ഇതിൽ വരും. അതിന് പിന്നെ പ്രത്യേകിച്ച് ഒരു ക്ലാസ് വേണ്ടതില്ല. കാരണം ഉംറക്ക് ഇഹ്റാം ചെയ്ത് മക്കയിലെത്തി ഉംറയുടെ അമലുകൾ പൂർത്തീകരിച്ച് പിന്നീട് ദുൽഹജ്ജ് 7, 8 ആകുന്ന സമയത്താണ് ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇഹ്റാം ചെയ്യുക എന്നത് അതെന്താണ്? അത് ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയുടെ നിയ്യത്ത് ചെയ്യുന്നതിനേക്കാണ് ഇപ്പൊ ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇഹ്റാം ഹജ്ജിനും ഫർളാണ്, ഉംറക്കും ഫർളാണ്. ഹജ്ജിന്റെ ഫർളുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. 1 ഇഹ്റാം ചെയ്യുക, 2 അറഫയിൽ നിൽക്കുക, 3 ത്വവാഫ് ചെയ്യുക, 4 സഈ സഫാ മർവന്റെ അടി സഈ ചെയ്യുക, 5 മുടി കളയുക, 6 ഇതുകൾ ക്രമപ്രകാരം ചെയ്യുക. ഇതിൽ അർഫയിൽ നിൽക്കൽ അല്ലാത്തത് മുഴുവൻ ഉംറയുടെ ഫർളാണ്. ഇഹ്റാം ചെയ്യുക, ത്വവാഫ് ചെയ്യുക, സഈ ചെയ്യുക, മുടി കളയുക, ക്രമപ്രകാരമായിരിക്കുക. അർഫയിൽ നിൽക്കലാണ് മാറ്റിവെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഉംറയുടെയും ഫർളാണ്. അപ്പം അതുകൊണ്ട് നാം ഇവിടുന്ന് ഇഹ്റാം ചെയ്യുന്നത് ഉംറക്കാണ്. അതിന് തമത്തു ആയിട്ട് ഇഹ്റാം ചെയ്യുക എന്ന് പറയും. അഥവാ നമുക്കതൊരു സുഖമാണ്. അവിടെ ചെന്ന് ഉംറ കഴിഞ്ഞ് പിന്നെ ദുൽഹജ്ജ് മാസത്തിൽ നമുക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ മതി. ഈ തമത്തുഇന്റെ രീതി സ്വീകരിച്ചാൽ ഫിദിയ അറവ് നിർബന്ധമാകും. തമത്തുഇന്റെ രീതി എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസങ്ങളിൽ അഥവാ ശവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജ് 10 ദിവസം ഈ മാസങ്ങളിലെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിന്റെ മുമ്പും ശേഷവും പറ്റുകയില്ല. ഉംറക്ക് വർഷത്തിൽ ഏത് ദിവസം ഇഹ്റാം ചെയ്താലും സഹിയാകും. അറഫാ ദിവസവും പെരുന്നാൾ ദിവസവും അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലൊക്കെ ഉംറ നിർവഹിക്കാം. എന്നാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തവർ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഉംറക്ക് ഇഹ്റാം ചെയ്താൽ സഹിയാകുന്നതല്ല. അറഫാ ദിവസവും പെരുന്നാൾ ദിവസവും അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലൊക്കെ ഉംറ ചെയ്താൽ സഹിയാകുമെങ്കിലും ആ ദിവസങ്ങളിൽ ഹജ്ജ് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന കാരണം കൊണ്ട് ആ ദിവസങ്ങളിൽ ഉംറ ചെയ്യുമ്പോൾ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിന്റെ അത്ര ശ്രേഷ്ഠത അതിനുണ്ടായിരിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹജ്ജിന്റെ സമയങ്ങളിൽ ഉംറക്ക് ഇഹ്റാം ചെയ്ത് മക്കയിൽ ചെന്ന് ഉംറ നിർവഹിച്ച് പിന്നീട് ദുൽഹജ്ജ് 7, 8 ആകുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് പൂർത്തീകരിക്കുന്ന രീതി, ഇതിനാണ് തമത്തു എന്ന് പറയുന്നത്. ആ രീതിയാണ് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കുക. എന്നാൽ എയർപോർട്ടിൽ നിന്ന് ഹജ്ജിന് മാത്രം ഇഫ്രാദായിക്കൊണ്ട് നമുക്ക് ഇഹ്റാം ചെയ്യാം.
അങ്ങനെ ചെയ്താൽ ദുൽ ഹജ്ജ് 10 അന്ന് ഹജ്ജിൻ്റെ എറിയൽ, അതുപോലെ തന്നെ മുടിയെടുക്കൽ, ഇത് പൂർത്തിയാക്കുന്നത് വരെ നമ്മൾ ഇഹ്റാമിലായിക്കൊണ്ട് നിൽക്കണം. അപ്പം ഇഹ്റാമിൻ്റെ മുന്നോടിയായി നാം ചെയ്തു തീർക്കേണ്ട സുന്നത്തുകൾ 6 കാര്യം അതിൻ്റെ ആമുഖമായി നാം ചെയ്യണം. അഥവാ 1, മനുഷ്യ ശരീരത്തിൽ നീക്കൽ സുന്നത്തുള്ള മുടികളൊക്കെ നീക്കി വൃത്തിയാക്കണം. അഥവാ കക്ഷരോമം, ഗുഹ്യരോമം, ത്വക്ക് രോമം, ഇതുകളൊക്കെ നീക്കി വൃത്തിയാക്കണം. 2, നഖം മുറിക്കുക, കൈകാലുകളിലെ നഖങ്ങൾ മുറിക്കുക. 3, ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്ന് പറയുമ്പോൾ അത് ഹൈളുകാരിയും നിഫാസുകാരിയും അവർക്കും കുളിക്കൽ സുന്നത്താണ്. കാരണം അവരൊക്കെ ഇഹ്റാം ചെയ്തിട്ടാണ് ഇവിടുന്ന് പുറപ്പെടേണ്ടത്. ഇഹ്റാം ചെയ്യാതെ, മിക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യാതെ പുറപ്പെട്ടാൽ പിന്നെ അവര് അതിന് പരിഹാരമായിട്ട് ഫിദിയ നൽകേണ്ടി വരും. ആടിനിറക്കുകയോ 10 ദിവസം നോമ്പ് ഒൽക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി അത് ഹൈലുകാരിയും നിർവഹിക്കണം, നിഫാസുകാരിയും നിർവഹിക്കണം. അതുപോലെ ഇഹ്റാം അവരും ചെയ്തിട്ടാണ് പുറപ്പെടേണ്ടത്. പിന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക, അത് വെള്ള വസ്ത്രമാണ് എല്ലാവർക്കും ഉത്തമം. പുരുഷന്മാർക്ക് വെള്ള വസ്ത്രമാകൽ പ്രത്യേക സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇനി അവരുടെ കറുത്ത പർദ്ദ, അവരിടുന്ന വസ്ത്രം അതായാലും മതി, കുഴപ്പമില്ല. 5, ശരീരത്തിൽ അല്പം സുഗന്ധം പുരട്ടുക. അത് സ്ത്രീക്കും പുരട്ടാം, പുരുഷനും പുരട്ടാം. ശരീരത്തിൽ മാത്രമേ നാം സുഗന്ധം പുരട്ടാവൂ, വസ്ത്രത്തിൽ പുരട്ടരുത്. വസ്ത്രത്തിലാകുന്നത് ശ്രദ്ധിക്കണം. വസ്ത്രത്തിൽ പുരട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇഹ്റാം ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ വസ്ത്രത്തിൽ ബാക്കിയായാൽ ഇഹ്റാമിന് ശേഷം സുഗന്ധം പുരട്ടലും ഉപയോഗിക്കലും അതൊക്കെ നിഷിദ്ധമാണല്ലോ. അതുകൊണ്ട് സുഗന്ധമുള്ള വസ്തുക്കൾ, സുഗന്ധമുള്ള സോപ്പ്, അതൊക്കെ ഇഹ്റാമിൻ്റെ ശേഷം ഉപയോഗിക്കുന്നത് നാം ശ്രദ്ധിക്കണം. പിന്നെ ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. അത് ഇഹ്റാമിൻ്റെ മുമ്പാണ് നിസ്കരിക്കുക. അത് ഖറാഅത്തുള്ള സമയത്ത് ആണെങ്കിൽ അത് നിസ്കരിക്കരുത്, അല്ല എങ്കിൽ നിസ്കരിക്കുക. അതിലും തന്നെ 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതുക. അപ്പോൾ ഇനി ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മീഖാത്തിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യുക എന്നാണ് അതിൻ്റെ വാജിബ്, നിർബന്ധം. അഥവാ ഹജ്ജിന് 5 വാജിബാത്ത് ഉണ്ടല്ലോ. 1, മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക. 2, മിനയിൽ രാപ്പാർക്കുക. 3, മുസ്ദലിഫയിൽ രാപ്പാർക്കുക. 4, ജംറകളിലേക്ക് കല്ലെറിയുക. 5, വിദാഇന്റെ തവാഫ് ചെയ്യുക. ഇതിൽ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്നത് അത് ഉംറക്കും വാജിബാണ്. ഉംറക്കും മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മീഖാത്ത് എന്ന് പറഞ്ഞാൽ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു തന്ന അതിർത്തി. ആ അതിർത്തി വിട്ടുകിടക്കണമെങ്കിൽ ഇഹ്റാം ചെയ്തിട്ടേ പറ്റുള്ളൂ. ഒരിക്കൽ ആ സ്ഥലത്ത് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ചെയ്യുക. ആ സ്ഥലത്ത് വെച്ച് ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല, കാരണം നമ്മൾ വിമാനത്തിലുള്ള പോവുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ചെയ്താൽ മതി. ഇത്ര ഷർത്തുള്ളൂ, ആ സ്ഥലം അങ്ങോട്ട് ഇഹ്റാം ചെയ്യാതെ വിട്ടുകിടക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നത്. അപ്പോൾ ഇഹ്റാം ചെയ്യുക എന്ന് വെച്ചാൽ ഹജ്ജിൻ്റെ അല്ലെങ്കിൽ ഉംറയുടെ നിയ്യത്ത് ചെയ്യലാണ്. നാം ഇപ്പോൾ ഉംറയുടെ നിയ്യത്താണ് ചെയ്യുന്നത്, കാരണം നമ്മൾ ഉംറക്കാണല്ലോ ആദ്യം ഇഹ്റാം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഇഹ്റാമിൻ്റെ വസ്ത്രമായി ധരിച്ച് പുരുഷൻ ഒരു വെളുത്ത തുണി, ഒരു വെള്ള ഷാള് അത് പുതക്കുക, ഒരു വെളുത്ത തുണി ഉടുക്കുകയും ചെയ്യുക. അപ്പം ഇഹ്റാമിൻ്റെ മുന്നോടിയായി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ചിലത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം, കാരണം അതാണ് സൗകര്യം, അതേ സാധിക്കുള്ളൂ. മുടി നീക്കൽ, നഖം മുറിക്കൽ, അതുപോലെ കുളിക്കൽ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുക. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക, ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക, ഇഹ്റാമിൻ്റെ നിയ്യത്ത് ചെയ്യുക, ഇത് നമുക്ക് എയർപോർട്ടിൽ നിന്നും സാധിക്കും. അത് ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് സാധിക്കാതെ വരികയാണെങ്കിൽ, അഥവാ വീട്ടിൽ നിന്ന് നേരെ പുറപ്പെട്ട് ഉംറക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നേരെ ചെന്ന് ഫ്ലൈറ്റ് ഉടൻ ഉണ്ട് എങ്കിൽ
ചിലപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാതെ വരും. അങ്ങനെയാണെങ്കിൽ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കലും ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കലും അത് വീട്ടിൽ നിന്ന് നിർവഹിച്ച് പെട്ടെന്ന് എയർപോർട്ടിൽ പോയി എയർപോർട്ടിൽ വെച്ചോ അല്ലെങ്കിൽ വിമാനത്തിൽ വെച്ചോ നിയത്ത് ചെയ്യാം. അത് അവിടുത്തെ സൗകര്യം പോലെയാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണെങ്കിലും മിക്കവാറും ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കാനും ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കാനും നമുക്ക് എയർപോർട്ടിൽ നിന്ന് സൗകര്യം ലഭിക്കും. അങ്ങനെ നാം എയർപോർട്ടിൽ വെച്ചോ ഹജ്ജ് ക്യാമ്പിൽ വെച്ചോ നിയ്യത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉംറക്ക് നിയ്യത്ത് ചെയ്യുമ്പോൾ നവൈത്തുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക. നവൈത്തുൽ ഉംറത, ഞാൻ ഉംറയെ കരുതി, വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല, ഞാൻ അല്ലാഹുവിന് വേണ്ടി ഉംറ നിർവഹിക്കാൻ കരുതി എന്ന് നാം മനസ്സിൽ കരുതി നാവ് കൊണ്ട് പറയുക. ഇനി ഹജ്ജ് നമ്മൾ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് നവൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല, ഞാൻ അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ കരുതി, ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് നാം ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. അങ്ങനെ ഉംറക്കാണെങ്കിലും ഹജ്ജിനാണെങ്കിലും നാം ഇപ്പോൾ ഉംറക്കാണല്ലോ ഇഹ്റാം ചെയ്തു പോകുന്നത്. ഇഹ്റാം ചെയ്താൽ പിന്നീട് നാം സൂക്ഷിക്കേണ്ട ഒരു 10 കാര്യങ്ങളുണ്ട്. ആ കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നാം 3 കാര്യങ്ങൾ നാം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അഥവാ ഒന്ന് തൽബിയത്ത് ചൊല്ലുക, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. തയ്യാത്തിൽ വരുന്ന സ്വലാത്ത് ഇബ്രാഹിം ചൊല്ലലാണ് ഏറ്റവും നല്ലത്. പിന്നീട് സ്വർഗം ചോദിക്കുക, നരകത്തെ തൊട്ട് കാവലിനെ തേടുക. അപ്പോൾ ഈ കാര്യം നാം ഇഹ്റാം ചെയ്താൽ ഇതുകളിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന തൽബിയത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയുന്ന സ്വലാത്ത് ഇബ്രാഹിം വർദ്ധിപ്പിക്കുക. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന അഊദു ബിക മിൻ സുഖ്തിക വന്നാർ, അല്ലാഹുവിൻ്റെ പൊരുത്തം ചോദിക്കുകയും സ്വർഗം ചോദിക്കുകയും അല്ലാഹുവിൻ്റെ കോപത്തെ തൊട്ട് കാവലിനെ തേടുകയും നരകത്തെ തൊട്ട് കാവലിനെ തേടുകയും ചെയ്യുന്ന അതിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നാം 10 കാര്യം ഇഹ്റാമിൽ നിഷിദ്ധമായതുണ്ട്. അത് നമ്മുടെ വക്കൽ നിന്ന് സംഭവിക്കുന്നത് നാം നല്ലപോലെ സൂക്ഷിക്കണം. അത് ഒന്ന്, പുരുഷന്മാർ ചുറ്റി തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്മാർ ചുറ്റി തുന്നിയ വസ്ത്രം അത് ധരിക്കരുത്. എന്ന് പറയുമ്പോൾ ബെൽറ്റ് കെട്ടുന്നതിനോ അരപ്പട്ട കെട്ടുന്നതിനോ ചരട് കെട്ടുന്നതിനോ പ്രശ്നമില്ല. അതുപോലെ മുൻഭാഗത്തിലൂടെ വിരലുകളും ബാക്ക് ഭാഗത്തിലൂടെ മടമ്പും കാണുന്ന തരത്തിലുള്ള ചെരുപ്പ് അത് ധരിക്കുന്നതിനും വിരോധമില്ല. ഷൂ ധരിക്കരുത്, അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ സോക്സ് ധരിക്കരുത്. അതുപോലെ ഷെഡ്ഡി, ബനിയൻ, അതുപോലെ പാൻറ്, കന്തൂറ, ഷർട്ട് ഇങ്ങനെ ചുറ്റിത്തുന്നിയ ഒരു വസ്ത്രവും ധരിക്കരുത്. പിന്നെ പുരുഷൻ തലമറക്കരുത്. തലമറക്കുക എന്ന ഉദ്ദേശത്തിൽ തലയിൽ ഒരു സാധനവും വെക്കരുത്. 3, സ്ത്രീകൾ മുഖം മറക്കരുത്, മുഖം വെളിവായിരിക്കണം. അതുപോലെ കയ്യുറ ധരിക്കരുത്, മുങ്കയും മുഖവും വെളിവാകണം. 4, സുഗന്ധം പൂശരുത്. 5, മുടികൾ പറിക്കരുത്. 6, നഖം പറിക്കരുത്. 7, തലയിലും താടിരോമത്തിലും എണ്ണ തേക്കരുത്. 8, നിക്കാഹ് ചെയ്യരുത്, ചെയ്തു കൊടുക്കരുത്. സ്വന്തത്തിൽ നിക്കാഹ് ചെയ്യാനും പാടില്ല, മകളെ കെട്ടിച്ചു കൊടുക്കാനും പാടില്ല. അപ്പം നിക്കാഹ് ചെയ്യലും ചെയ്തു കൊടുക്കലും രണ്ടും പറ്റുകയില്ല, ഹറാമാണ്. 9, വേട്ടമൃഗത്തെ വേട്ടയാടരുത്. നമ്മളാരിപ്പോൾ വേട്ടമൃഗത്തെ വേട്ടയാടില്ല, പക്ഷേ അത്തരം മൃഗങ്ങൾ മുയല്, മാന് പോലത്തൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അതെൻ്റെ മുമ്പ് വിറ്റ് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ
മക്കൾക്ക് സ്വതക്ക ചെയ്യുകയോ ചെയ്തുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ അവർക്ക് അപകടം പറ്റിയാൽ അത് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. 10 ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ അഥവാ പിന്നെ അവരുമായി സുഖം പങ്കിടരുത്. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, സുഖം അനുഭവിക്കുന്ന ഒരു കാര്യവും ഭാര്യയുമായി ചെയ്യാൻ പാടില്ല. അപ്പം ഈ കാര്യങ്ങൾ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നെ അതിന് പരിഹാരം നൽകണം. അത് നാം ശ്രദ്ധിക്കേണ്ടത്, ഇത് 3 തരത്തിലാണ് ഈ മുഹറമായ കാര്യങ്ങൾ അഥവാ നിഷിദ്ധമായ കാര്യങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. 1, മറന്നു ചെയ്താൽ അത് പ്രശ്നമില്ല. അത് നേരത്തെ പറഞ്ഞ പുരുഷൻ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കുക, അതുപോലെ തല മറക്കുക, സ്ത്രീ മുഖം മറക്കുക, അതുപോലെ സുഗന്ധം പൂശുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ അബദ്ധത്തിൽ മറന്നു ചെയ്താൽ അതിന് നഷ്ടപരിഹാരം ഇല്ല, പ്രശ്നമില്ല. എന്നാൽ മറന്നു ചെയ്താലും പരിഹാരം നൽകേണ്ടത് മുടി പറിക്കുക, നഖം പറിക്കുക, ഈ കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ചെയ്താലും മറന്നു ചെയ്താലും അതിന് പരിഹാരം നൽകണം. മുടി സ്വയം പറഞ്ഞു പോരുന്നത് കൊണ്ട് വിരോധമില്ല. തലേന്ന് മുടി അറിയാതെ കൊഴിഞ്ഞുകൊണ്ട് അതിന് ഉത്തരവാദിയല്ല, അത് നമ്മൾ ഉത്തരവാദിയല്ല. നേരെ മറിച്ച് നമ്മൾ മറന്നുകൊണ്ട് പറിച്ചു, മറന്നുകൊണ്ട് നഖം കടിച്ചു പറിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിന് നഷ്ടപരിഹാരം വേണം. പിന്നെ 3-മത്തത്, ഭാര്യയുമായി സുഖത്തിലേർപ്പെട്ടാൽ, സംയോഗം ചെയ്താൽ അതുകൊണ്ട് ഹജ്ജ് നഷ്ടപ്പെടുന്നതും പിന്നീട് ആ വർഷം അവനക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂല, ഹജ്ജ് ഫസാദാകും. അതോടുകൂടി പിറ്റത്തെ വർഷം തന്നെ ഹജ്ജ് ഖളാ കൂട്ടുകയും വേണം. ഇതിൻ്റെ പരിഹാരം ഭയങ്കരമാണ്. ഒരു 5 വയസ്സുള്ള ഒരു ഒട്ടകത്തെ ഇറക്കണം, അല്ലെങ്കിൽ ഒരു മാടിനെ ഇറക്കണം, അല്ലെങ്കിൽ ഒളുഹിയത്തിൽ മതിയാകുന്ന 7 ആടുകൾ ഇറക്കണം. ഇനി അതിനും കഴിയൂലെങ്കിൽ ആ ഒട്ടകത്തിൻ്റെ വിലക്കെട്ടിയിട്ട് ഓരോ മുദ്ദ് ഭക്ഷണം സാധുക്കൾക്ക് നൽകണം. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ഹജ്ജിൻ്റെ ഇഹ്റാമിൽ അല്ലെങ്കിൽ ഉംറൻ്റെ ഇഹ്റാമിൽ ഉണ്ടാകുന്നത് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം. അപ്പോൾ നഷ്ടപരിഹാരം, ഒരു മുടി മറന്നുകൊണ്ട് പറിച്ചു അല്ലെങ്കിൽ മനഃപൂർവ്വം പറിച്ചു, എന്നാൽ അതിന് 1 മുദ്ദ് അരി സാധുക്കൾക്ക് നൽകണം. 1 മുദ്ദ് അരി എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. 2 മുടിയാണെങ്കിൽ 2 മുദ്ദ് നൽകണം, അഥവാ 1600 മില്ലി ലിറ്റർ നൽകണം. 3 മുടിയോ അല്ലെങ്കിൽ 3 നഖമോ അതിൻ്റെ മുകളിലേക്കോ ആയാൽ 1 ആടിനെ അറുക്കണം. അല്ലെങ്കിൽ 3 സ്വാഹ് അരി 6 മിസ്കീന്മാർക്ക് നൽകണം. അഥവാ ഓരോ മിസ്കീന് 1/2 സ്വാഹ് വീതം. 1/2 സ്വാഹ് എന്ന് പറഞ്ഞാൽ 1600 മില്ലി ലിറ്റർ, 1.5 കിലോ അരി ഉണ്ടാവും. അപ്പം അത് ഓരോരുത്തർക്കും 1.5 കിലോ അരി വീതം കിട്ടണം. 1600 മില്ലി ലിറ്റർ ഓരോ മിസ്കീനും അത്ര കിട്ടണം. അല്ലാതെ ഈ പറഞ്ഞ 3 സാഴ് എല്ലാം കൂടി ഒരു മിസ്കീന് കൊടുത്താൽ പോരാ, മറിച്ച് 1/2 സ്വാഴ് വീതം. 1/2 സ്വാഴ് എന്ന് പറഞ്ഞാൽ 1.5 കിലോ, 1600 മില്ലി ലിറ്റർ. അത് ഓരോരോ മിസ്കീനിന് കൊടുത്ത് അങ്ങനെ 6 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് വിൽക്കണം. ഇതിലിഷ്ടമുള്ളത് ചെയ്യാം. ആടിനർക്കുക, 3 സ്വാഴ് 6 മിസ്കീന്മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 3 നോമ്പ് വിൽക്കുക. ഒന്നല്ലെങ്കിൽ ഒന്നെന്നുള്ളതല്ല, ഇതിൽ വെച്ച് അവനിഷ്ടം പോളം ചെയ്യാം. അപ്പം ഈ കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പോൾ 1 മുടി പറഞ്ഞാലും 1 നഖം പറഞ്ഞാലും ഒക്കെ ഓരോരോ മുദ്ദ് അരി നൽകണം.
രണ്ട് മുടി അല്ലെങ്കിൽ രണ്ട് നഖമാണ് അവൻ മറന്നു പറിച്ചത് അല്ലെങ്കിൽ മനഃപൂർവ്വം പറിച്ചത്, എന്നാൽ 2 മുദ്ദ അരി വീതം നൽകണം. അഥവാ 1/600 മില്ലി. ഇനി 3 നഖമോ അല്ലെങ്കിൽ 3 മുടിയോ അതിൽ കൂടുതലോ ആണ് പറിച്ചത്, അല്ലെങ്കിൽ മനഃപൂർവമോ മറന്നിട്ടോ, എന്നാൽ അതിനിക്ക് പൂർണ്ണമായ ഫിദിയ ഒരാടിനറക്കണം. അല്ലെങ്കിൽ 3 സ്വാഅ് ധാന്യം അരി അത് 6 മിസ്കീന്മാർക്ക് വീതം നൽകണം. അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കണം. ഇത് ഇഹ്റാമിൽ ഹറാമായ ഏത് കാര്യങ്ങൾ ചെയ്താലും ഈ ഫിദിയ അവൻ നൽകണം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, ഭാര്യയുമായി സംയോഗം ചെയ്താൽ അതിൻ്റെ പരിഹാരം പറഞ്ഞല്ലോ. അപ്പോൾ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമ്മിൽ നിന്നുണ്ടാകുന്നത് നാം നല്ലപോലെ ശ്രദ്ധിക്കണം. അങ്ങനെ നാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഫ്ലൈറ്റിൽ പോയി നമ്മൾ മക്കയിലെത്തി. ആദ്യം ജിദ്ദയിലെത്തും, പിന്നെ ജിദ്ദയിൽ നിന്ന് ഹറമിലെത്തും. ആദ്യം ഹറമിലാണ് എത്തുക, പിന്നെ മക്കയിലെത്തും. പിന്നെ മക്കയിൽ പ്രവേശിച്ച് മസ്ജിദുൽ ഹറാമിലേക്ക് നാം പോകും. ഇവിടെ ഹറമിൽ പ്രവേശിക്കുമ്പോഴും മക്കയിലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രത്യേകമായ ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. അത് നമ്മൾ മനാസിക്കിൻ്റെ ബുക്കിൽ നോക്കിയിട്ട് നാം ചൊല്ലണം. അങ്ങനെ മക്കയിലെത്തി നാം റൂമിൽ ചെന്ന് നമ്മുടെ ചെറുതായിട്ട് നാം വിശ്രമിച്ച് പിന്നീട് നാം എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഉടൻ നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് പോവുകയാണ് ചെയ്യുക. അവിടെ റൂമിലെത്തി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഇനി മൂത്രിക്കാനോ മറ്റ് ബാത്റൂമിലേക്കൊക്കെ പോകാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് വുളൂ ചെയ്ത് നാം റൂമിൽ നിന്ന് നേരെ നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് പോകും. അപ്പോഴൊക്കെ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് നാം പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ ബാബുസലാം എന്ന ഗേറ്റിലൂടെയാണ് നാം ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. പക്ഷേ തിരക്ക് കാരണം ചിലപ്പോൾ അതിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമുക്ക് സാധിക്കുന്ന വാതിലിലൂടെ പ്രവേശിച്ച് മസ്ജിദുൽ ഹറാമിലേക്ക് അടുക്കുമ്പോൾ അല്ലാഹു മഫ്തഹി ലി അബ്വാബ റഹ്മതിക എന്നൊക്കെ ചൊല്ലിയിട്ട് നാം നേരെ പോകുന്നു. അങ്ങനെ മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലൂടെയാണ് മതാഫിലേക്കും കഅബയിലേക്കും ഒക്കെ നമ്മൾ എത്തുക. അങ്ങനെ മസ്ജിദുൽ ഹറാമിലൂടെ നമ്മൾ പോയി മതാഫിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ കഅബം പതിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിലാഷമായ ആഗ്രഹമായ ശുദ്ധമായ കഅബ അതങ്ങോട്ട് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ആ കഅബയിലേക്ക് കേന്ദ്രീകരിച്ച് അള്ളാഹുവിനോട് മനസ്സുരുകിക്കൊണ്ട് നാം ദുആ ചെയ്യണം. കഅബ കണ്ട ഉടനെ അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതക്രീമൻ വതഅലീമൻ വമഹാബതൻ വഅംന വസിദ് മൻ ശറഫഹു വഅല്ലമഹു മിമ്മൻ ഹജ്ജഹു വഇതമറഹു തശ്രീഫൻ വതക്രീമൻ വമഹാബ എന്നുള്ള ആ ദുആ ചെയ്യുകയും ആ കഅബത്തിന്റെ ആദ്യ കാഴ്ചയിൽ നാം ആദ്യമായി കഅബം കാണുന്ന സന്ദർഭത്തിൽ നമ്മുടെ ദുആക്ക് ഉത്തരം ഉണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കഅബൻ ഇങ്ങോട്ട് കാണുന്ന സമയത്ത് അള്ളാഹുവിനോട് മനസ്സുരുകി, പഠിച്ചവനെ എൻ്റെ ഹജ്ജും ഉംറയും നീ സ്വീകരിക്കണം, ഞാനിവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ദുആ നീ സ്വീകരിക്കണം. അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് നാം ദുആ ചെയ്ത് നമ്മുടെ മനസ്സ് പൊട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയണം. എന്നിട്ട് നമ്മൾ മതാഫിൽ വെച്ചുകൊണ്ട് നാം ഇനി തവാഫ് എന്ന് പറയുന്ന കർമ്മം അത് നിർവഹിക്കാൻ പോവുകയാണ്. ഉംറക്ക് ഇഹ്റാം ചെയ്തു വന്നതാണല്ലോ, ഇനി അതിൻ്റെ കാര്യങ്ങളാണ് നാം ചെയ്യാൻ പോകുന്നത്. എന്താണ് തവാഫ് എന്ന് പറഞ്ഞാൽ? കഅബയെ 7 പ്രാവശ്യം ചുറ്റുക എന്ന കർമ്മത്തിനാണ് തവാഫ് എന്ന് പറയുന്നത്. അത് ചുറ്റുമ്പോൾ
നാം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഷർത്തുകൾ പൂർത്തിയായിരിക്കണം. അഥവാ ഒന്നാമത് ശുദ്ധി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഹൈറുള്ള സ്ത്രീകളും നിഫാസുള്ള സ്ത്രീകളും മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കാനും പാടില്ല. അവർ തവാഫ് ചെയ്യുകയും ചെയ്യരുത്. അവർക്കത് ശുദ്ധിയായതിൻ്റെ ശേഷം ചെയ്യാം. അതുകൊണ്ട് ഈ ഹൈറും നിഫാസുമുള്ള സമയത്ത് സ്ത്രീകൾ അവർ തവാഫ് ചെയ്യരുത്. അപ്പോൾ തവാഫിനുള്ളൊരു ഷർത്താണ് ശുദ്ധി ഉണ്ടായിരിക്കണം, അഥവാ വുളു ഉണ്ടായിരിക്കണം. രണ്ടാമത് ഔറത്ത് മറച്ചിരിക്കണം. പുരുഷന്മാർ മറക്കേണ്ട ഔറത്തുണ്ടല്ലോ, അത് മറച്ചിരിക്കണം. സ്ത്രീകൾ അവർ ഔറത്ത് മറച്ചിരിക്കണം. മുടിയോ കാലോ ഒക്കെ പുറത്താകുന്നത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തവാഫ് സ്വന്തമാണ് ചെയ്യുന്നത് എങ്കിൽ, ഉംറയുടെയോ ഹജ്ജിൻ്റെയോ ഭാഗമല്ലാത്ത തവാഫാണ് ചെയ്യുന്നത് എങ്കിൽ അതിനേക്ക് പ്രത്യേകമായ നിയ്യത്ത് വെക്കണം. ഉംറയുടെയും ഹജ്ജിൻ്റെയും തവാഫ് ചെയ്യുമ്പോൾ നിയ്യത്ത് വെക്കൽ സുന്നത്തേ ഉള്ളൂ. തവാഫിൽ നിയ്യത്ത് സുന്നത്തുള്ളത് കൊണ്ട് ആ സുന്നത്ത് എടുത്തുകൊണ്ട് നാം തവാഫ് ചെയ്യണം. ഉംറക്കാവുമ്പോൾ നവൈത്തു തവാഫൽ ഉംറത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഉംറയുടെ തവാഫ് 7 പ്രാവശ്യം നിർവഹിക്കാൻ ഞാൻ കരുതി. ഹജ്ജിനാകുമ്പോൾ നവൈത്തു തവാഫൽ ഹജ്ജി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഹജ്ജിന്റെ തവാഫ് 7 പ്രാവശ്യം നിർവഹിക്കാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തവാഫ് ചെയ്യുക. ഇനി സുന്നത്തായ തവാഫുകൾ ചെയ്യുന്ന സമയത്ത്, ഹജ്ജിൻ്റെയും ഉംറയുടെയും ഭാഗമല്ലാതെ സുന്നത്തായ തവാഫ് നാം ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. നവൈത്തു തവാഫ സുന്നത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല, സുന്നത്തായ തവാഫ് 7 പ്രാവശ്യം നിർവഹിക്കാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തവാഫ് നാം ചെയ്യണം. പിന്നെ 4-മത്തെ ഷർത്ത് ഹജറുൽ അസ്വദ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഹജറുൽ അസ്വദിൻ്റെ അവിടത്തേക്ക് ചുറ്റി വന്ന് അവസാനിപ്പിക്കുമ്പോഴാണ് ഒരു തവാഫ് പൂർത്തിയാകുന്നത്. അതുപോലെ കഅബം ഫുള്ളായി അവൻ്റെ ഇടഭാഗത്തായിരിക്കണം. കഅബം ഇടഭാഗത്താക്കി മുന്നോട്ട് ഇങ്ങനെ നടക്കുക, അങ്ങനെയാണ് തവാഫ് ചെയ്യേണ്ടത്. പിന്നെ ഈ തവാഫ് 7 പ്രാവശ്യം പൂർത്തിയാക്കണം. ഇത് തവാഫിൻ്റെ ഷർത്തുകളാണ്. ഈ രൂപത്തിലാണ് തവാഫ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായി ഹജറുൽ അസ്വദിൻ്റെ അവിടത്തേക്ക്, അവിടെയൊക്കെ ഹജറുൽ അസ്വദിൽ തവാഫ് തുടങ്ങേണ്ട ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് വന്ന് നാം ഹജറുൽ അസ്വദ് തൊട്ടുമുത്താനൊന്നും ഇപ്പോൾ തിരക്കുകൊണ്ട് സാധിക്കുകയില്ല. അതൊക്കെ സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് സുന്നത്തുകൾ ഞാൻ പറയാം. അതിൻ്റെ അടുത്ത് വന്ന് നമുക്ക് തൊട്ടുമുത്താൻ സാധിക്കുകയില്ലെങ്കിൽ അങ്ങോട്ട് കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കഅബം ഇടഭാഗത്താക്കിയിട്ട് മുന്നോട്ട് നടക്കുക. നടക്കുന്ന സമയത്ത് കഅബം പിടിച്ചുകൊണ്ട്, കഅബൻ്റെ കില്ല പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കരുത്. കാരണം ചില ഭാഗത്ത് എത്തുമ്പോൾ ഹിജ്ർ ഇസ്മായിൽ, അതുപോലെ കഅബത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ ശരീരം അതിലേക്കായി പോയാൽ കഅബം ഫുള്ളും നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഫുള്ള് കഅബത്തിൻ്റെ പുറത്തു കൂടെയാണ് തവാഫ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ കില്ല പിടിച്ചുകൊണ്ട് നമ്മൾ തവാഫ് ചെയ്യരുത്. പരമാവധി കഅബത്തിൻ്റെ അടുത്തിലൂടെ നടക്കാൻ പുരുഷന്മാർ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളിങ്ങനെ ചുറ്റുന്ന സമയത്ത് 7 ചുറ്റ് പൂർണ്ണമായിരിക്കണം. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അഥവാ നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒളു മുറിഞ്ഞു, അപ്പം എത്രയാണോ നമ്മളായത്, 4 ആണോ 3 ആണോ എത്ര ആയത്, അതിൻ്റെ ബാക്കി പിന്നീട് ഒളു ചെയ്ത് വന്നുകൊണ്ട് പൂർത്തിയാക്കിയാൽ മതി. അല്ലെങ്കിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഖാമത്ത് കൊടുത്തു, അപ്പോൾ നമ്മൾ ജമാഅത്തിൽ കൂടി, ജമാഅത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നാം എത്രയാണോ ആയത് അതിൻ്റെ ബാക്കി അങ്ങോട്ട് പൂർത്തിയാക്കിയാൽ മതി. അതുപോലെ ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ടാണോ നമുക്ക് തവാഫ് മുറിഞ്ഞത് ആ സ്ഥലത്ത് വന്നുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പൂർത്തിയാക്കിയാൽ മതി. ഇനി ആ സ്ഥലം ഓർമ്മയില്ല എങ്കിൽ ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ട് അവിടെ മുതൽ ബാക്കിയുള്ള എണ്ണം പൂർത്തിയാക്കിയാൽ മതി. അപ്പം ആ കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സംശയം കുടുങ്ങി, ഇപ്പോൾ 3 ആണോ 4 ആണോ ആയത്, എന്നാൽ 3 ആണെന്ന് മനസ്സിലാക്കി പിന്നീട് അങ്ങോട്ട് 3ൻ്റെ ബാക്കിയുള്ളത് 4 എണ്ണം നാം ചെയ്യുക. അങ്ങനെ തവാഫ് നാം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകളാണ്. ഒന്ന്, ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുക. ഹജറുൽ അസ്വദ് കൊണ്ട് തൊട്ടുമുത്തിയിട്ട് തുടങ്ങുക. അതുപോലെ
എല്ലാ തവാഫിലും ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക, അത് സുന്നത്താണ്. ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ്. അതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല. അതൊക്കെ ചെയ്യുന്ന സമയത്ത് കഅബം ഇടഭാഗത്തിൽ നിന്ന് പോകുന്നത് അത് വളരെ ശ്രദ്ധിക്കണം. അതിൽ നിൽക്കുമ്പോൾ ആ നിന്ന സ്ഥലത്ത് ഉറച്ചു നിന്നിട്ട് പിന്നീട് അവൻ സ്റ്റഡിയായി നിന്ന് കഅബം പൂർണ്ണമായി ഇടഭാഗത്താക്കിയിട്ടേ അവൻ നടക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ സാധിക്കുമെങ്കിൽ നെറ്റിത്തടം ആ ഹജറുൽ അസ്വദിൽ വെക്കൽ സുന്നത്താണ്. അതുപോലെ റുക്കുനുൽ യമാനിയെ തൊട്ട് മുത്തൽ സുന്നത്താണ്. അതുപോലെ പുരുഷൻ ആദ്യത്തെ 3 തവാഫില് അവൻ റംല് നടക്കൽ സുന്നത്താണ്. അഥവാ നടക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് കാലുകളൊക്കെ അടുപ്പിച്ച് ഒന്ന് സ്റ്റഡിയായി നടക്കുന്ന രൂപത്തിൽ അവൻ നടക്കല് പുരുഷന്മാർക്ക് ആദ്യത്തെ 3 തവാഫിൽ, അഥവാ അതിൻ്റെ ശേഷം സൈ വരുന്ന ഈ തവാഫ് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പർക്കൊക്കെ തവാഫ് ചെയ്യുന്നതിന് ശേഷം സൈ വരും. അങ്ങനെ സൈ ശേഷം വരുന്ന തവാഫിൽ ആ രൂപത്തിൽ റംല് നടക്കൽ സുന്നത്താണ്. അതുപോലെ പുരുഷൻ പരമാവധി കഅബയോട് അടുത്ത് നടക്കൽ സുന്നത്താണ്. അതുപോലെ അവൻ ഇർത്തിബായ് ധരിക്കൽ, അഥവാ തോളിലിട്ട ഷാല് അതിൻ്റെ മധ്യഭാഗം വലത്തെ തൊക്കിലാക്കിയിട്ട് വലത്തെ കക്ഷത്തിലാക്കിയിട്ട് അതിൻ്റെ 2 തെല്ല് തലഭാഗം അത് രണ്ടും ഇടത്തെ ചുമലിൻ്റെ മേലെ ആക്കുന്ന രീതിക്കാണ് ഇർത്തിബാഗ് എന്ന് പറയുക. അത് തവാഫിലും അതുപോലെ സൈയിലും അങ്ങനെ ആക്കൽ സുന്നത്താണ്. അതുപോലെ തവാഫ് കഴിഞ്ഞതിൻ്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് ഇബ്രാഹിം മഖാമിൻ്റെ പിറകിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക. തവാഫ് നടന്ന് ചെയ്യലാണ് സുന്നത്ത്. നടക്കാൻ കഴിയുന്നവർക്കും വീൽ ചെയറിൽ ചെയ്തു എന്നതുകൊണ്ട് തവാഫ് സഹിയാകും. പക്ഷേ സാധിക്കുന്നവർ നടന്ന് ചെയ്യലാണ് സുന്നത്ത്. അങ്ങനെ തവാഫ് പൂർത്തിയായാൽ ഇബ്രാഹിം മഖാമിൻ്റെ ബാക്കിൽ വന്നുകൊണ്ട് നേരെ അതിൻ്റെ ബാക്കിലോ ഇനി അവിടെ സ്ഥലം കിട്ടുകയില്ല എങ്കിൽ അതിൻ്റെ പുറകോട്ട് പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിൽ ഖുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദും ഒന്നാമത്തെ റക്അത്തിനും 2ാമത്തെ റക്അത്തിനും ആ തർത്തീബ് പ്രകാരം ഓതുക. എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് ദുആ ചെയ്യുക. ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ പിന്നീട് നമ്മൾ സഈന് പോവുകയാണ്. പോകുന്ന സമയത്ത് സംസം വെള്ളം കുടിക്കൽ സുന്നത്തുണ്ട്. സൗകര്യപ്പെട്ടാൽ അത് കുടിച്ചുകൊണ്ട് സഈയിലേക്ക് പോവുക. സംസം വെള്ളം നാം കുടിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തുദ്ദേശാണോ കുടിച്ചത് ആ കാര്യം അതുകൊണ്ട് നമുക്ക് സാധിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് കുടിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കരുതുക, അല്ലാഹുവേ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തുദ്ദേശിച്ച് കുടിച്ചോ അത് അവനിക്ക് നിറവേറ്റപ്പെടുമെന്ന്. അതുകൊണ്ട് ഞാനിതാ ഈ സംസം വെള്ളം എൻ്റെ ഈമാൻ സലാമത്താകാൻ, എൻ്റെ ദോഷം പുറത്തു കിട്ടാൻ, എൻ്റെ ഹൃദയം ശുദ്ധിയാകാൻ ഞാൻ കുടിക്കുന്നു. എനിക്ക് ദുന്യവിയും ഉഖ്റവിയുമായ നേട്ടങ്ങൾ ലഭിക്കാൻ ഞാൻ കുടിക്കുന്നു എന്നൊക്കെ നിയ്യത്ത് വെച്ചുകൊണ്ട് നാം കുടിക്കുമ്പോൾ നമുക്ക് അത് സാധിക്കും. അങ്ങനെ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ സംസം കുടിച്ച് വയറ് നിറക്കണമെന്നാണ്. നമ്മൾ സൈന് പോകുന്ന സമയത്ത് ആ സുന്നത്തായ നിലക്ക് കുടിച്ച് പിന്നീട് സൈ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് സൗകര്യം പോലെ ധാരാളം കുടിക്കാം. മറ്റത് ആ സമയത്ത് നമ്മൾ ധാരാളം കുടിച്ചാൽ ഒരു പക്ഷേ സൈൻ്റെ സമയത്ത് മൂത്രയിക്കാൻ മുട്ടിയാൽ പിന്നെ അതിന് പോകലും അതെല്ലാം കൂടി ഒരു പ്രയാസമാകും. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ആ സുന്നത്തായ കാര്യം വിടാൻ വേണ്ടി നാം കുറച്ച് സംസം വെള്ളം കുടിച്ചിട്ട് പിന്നെ സൈ കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം. സൈ എന്ന് പറഞ്ഞാൽ സഫ മറുവ കുന്നുകളുടെ ഇടയിൽ സൈ ചെയ്യലാണ്. അതൊക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും നമുക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, സഫ മറുവയിൽ സൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷർത്ത് ഒന്ന് സഫ കൊണ്ട് തുടങ്ങണം. അഥവാ സഫയിൽ നിന്നാണ് ഇത് ആരംഭിക്കേണ്ടത്, മറുവയിൽ അവസാനിക്കുക. അപ്പോൾ ഒന്നായി. തവാഫിൻ്റെ മാതിരി തവാഫ് പിന്നെ ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങി ഹജറുൽ അസ്വദ് അവസാനിപ്പിക്കുമ്പോഴാണ് ഒന്നാകൽ. ഇതെങ്ങനെ സഫയിൽ നിന്ന് തുടങ്ങി മറുവയിലെത്തുമ്പോൾ ഒന്നായി, മറുവയിൽ നിന്ന് തിരിച്ച് സഫയിലെത്തുമ്പോൾ 2ആയി. അപ്പോൾ സഫ കൊണ്ട് തുടങ്ങുക. അതുപോലെ സഫ മറുവൻ്റെ ഇടയിലുള്ള ആ കണക്കാക്കിയ സ്ഥലം മുഴുവനും വിട്ട് കിടക്കണം. അത് നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അതുപോലെ 7 പ്രാവശ്യം പൂർണ്ണമായി നടക്കണം. അതുപോലെ ഈ സഈ ചെയ്യേണ്ടത് തവാഫിന്റെ ശേഷമായിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സഈയിൽ ശ്രദ്ധിക്കൽ അതിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. പിന്നെ സഈന്റെ സുന്നത്താണ് ഒന്ന് നിയ്യത്ത് ചെയ്യുക. നവൈത്തു സഈൽ ഉംറത്തി, ഞാൻ ഉംറന്റെ സഈ ചെയ്യുന്നു, അല്ലെങ്കിൽ നവൈത്തു സഈൽ ഹജ്ജി എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തവാഫ് ചെയ്ത ഉടനെ തന്നെയാകുക സഈ. തവാഫ് ചെയ്ത് കുറച്ച് വിശ്രമിച്ച് നിർത്തി കുഴപ്പമൊന്നുമില്ല, പക്ഷെ സുന്നത്ത് ഉടനെ തന്നെ ചെയ്യലാണ്. അതുപോലെ ഓരോ സഈലും ചെയ്യേണ്ട പ്രത്യേകമായ ദിക്റുകളുണ്ട്, അതൊക്കെ ചൊല്ലുക. അതുപോലെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ പച്ചത്തൂണുകളുണ്ട്, പച്ചത്തൂണ്. അതിൻ്റെ ഇടയിൽ പുരുഷൻ കുറച്ച് സ്പീഡിൽ നടക്കുക, ഒരു ഓടുന്ന തരത്തിൽ. അതുപോലെ സഈൽ ഒളു ഉണ്ടായിരിക്കുക, അത് സുന്നത്താണ്. അതുപോലെ ഔറത്ത് മറക്കുക. ഔറത്ത് വെളിവായി എഴുതി പ്രശ്നമല്ല, തവാഫിന്റെ മാതിരിയല്ല, പക്ഷെ ഔറത്ത് മറച്ചുകൊണ്ട് ചെയ്യലാണ് സുന്നത്ത്. ഔറത്ത് വെളിവാകാതിരിക്കൽ പ്രത്യേക സുന്നത്താണ്. അതുപോലെ നടത്തത്തിലും മറ്റും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ ആ നിശ്ചയിച്ച അളവ് മുഴുവനും നടന്നുകൊണ്ട് ചെയ്യുക എന്നത്, അത് സാധിക്കുന്നവർക്ക് അങ്ങനെയാണ് സഈ ചെയ്യേണ്ടത്. ഇനി സാധിക്കുന്നവർ അല്ലാതെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ നടന്നുകൊണ്ട് ആ സ്ഥലം പിന്നെ ഈ പ്രാവശ്യം നടന്നു തീർക്കലാണ് പ്രത്യേകമായ സുന്നത്ത്. അങ്ങനെ സഈ ചെയ്തു കഴിഞ്ഞാൽ, അപ്പൊ സഈയിലും തവാഫിലുമൊക്കെ പ്രത്യേകമായ ദിക്റുകളും ദുആകളുമുണ്ട്. അതൊക്കെ മനാസിക്കിന്റെ പുസ്തകം നോക്കിയിട്ട് നാം ചെല്ലണം. 7 തവാഫ് ചെയ്യുമ്പോൾ ഓരോ തവാഫിലും പ്രത്യേകമായ ദുആയുണ്ട്. 7 സഈ ചെയ്യുമ്പോൾ ഓരോ സഈയിലും പ്രത്യേകമായ ദുആയുണ്ട്. ആ ദുആകളൊക്കെ നമ്മൾ മനാസിക്കിന്റെ പുസ്തകങ്ങൾ നോക്കി ചൊല്ലിക്കൊണ്ടായിരിക്കണം ഈ തവാഫും സഈയും ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ സഈ പൂർത്തിയായി മർവയിലെത്തുമ്പോഴാണ് പൂർത്തിയാവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിസ്കരിക്കലൊന്നും സുന്നത്തില്ല, നമുക്ക് ദുആ ചെയ്യാം. എന്നതിൻ്റെ ശേഷം നാം മുടി കളയുക എന്ന ഫർളാണ് ഇനി നിർവഹിക്കാനുള്ളത്. അത് പുരുഷന്മാർക്ക് മുടി കളയലാണ് സുന്നത്ത്. സ്ത്രീകൾ മുടി വെട്ടുക. 3 മുടി മുറിച്ചാൽ ഈ ഫർള് വീടി. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും 3 മുടി മുറിക്കലോടുകൂടി ഈ ഫർള് വീടി. പക്ഷെ പുരുഷൻ അത് മുടി കളയുകയാണ് അവനിക്ക് സുന്നത്ത്. റസൂലുള്ളാഹി തങ്ങൾ 3 പ്രാവശ്യം റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, മുടി കളയുന്നവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് 3 പ്രാവശ്യം എന്തായിരുന്നു. 4ാമത്തെ പ്രാവശ്യമാണ് വൽ മുഖസ്സിരീൻ, അതുപോലെ മുടി വെട്ടുന്നവർക്കെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പുരുഷന്മാർ മുടി കളയാൻ തന്നെ ശ്രദ്ധിക്കണം. ഇത്ര പൈസയും കാര്യമൊക്കെ ചിലവായി ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ട് ഒരു മുടി കളയാൻ പറ്റാത്ത രൂപത്തിൽ ചില ആളുകൾ മടി കാണിക്കാറുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ആ ഇബാദത്തിനോട് കാണിക്കുന്ന ഒരു വിമുഖതയാകും. അതുപോലെ സ്ത്രീ ഒരിക്കലും മുടി കളയണ്ട, അവർക്ക് മുടി മുറിക്കലാണ് സുന്നത്ത്. അങ്ങനെ ചെയ്യുന്നതോടുകൂടി ഉംറയുടെ അമലുകൾ പൂർണ്ണമായി. ഇപ്പോൾ ഉംറ നിർവഹിച്ചു, ഉംറയിൽ നിന്ന് വിരമിച്ചു. ഈ നേരത്തെ ഹറാമായ കാര്യങ്ങൾ, ഈ ഇറാം കെട്ടിയ കാരണം കൊണ്ട് ഹറാമായ കാര്യങ്ങളൊക്കെ ഇപ്പം ഇനി അവനിക്ക് അനുവദനീയമായി. അപ്പോൾ ഉംറയുടെ ഫർള് ഇഹ്റാം ചെയ്തു, പിന്നീട് മക്കയിലെത്തി, മസ്ജിദുൽ പ്രവേശിച്ചു, കഅബ തവാഫ് ചെയ്തു, പിന്നെ സഈ ചെയ്തു, മുടി മുറിച്ചു. ഇപ്പോൾ അവൻ ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി. ഇനി അവൻ അവിടെ കഴിച്ചുകൂട്ടുകയാണ്. ഉംറക്ക് മാത്രം പോയവരാണെങ്കിൽ അവർ ഉംറ ഇത് കഴിഞ്ഞു, ഇനി അവർക്ക് ഇങ്ങനെ ഉംറ വർദ്ധിപ്പിക്കാം. ഹജ്ജിന് പോകുന്ന ആളുകളാകുമ്പോൾ പിന്നീട് ഉംറ കഴിഞ്ഞ് ഇനി അവർ ഹജ്ജിന്റെ കാര്യത്തിന് വേണ്ടി ഇഹ്റാം ചെയ്യാൻ വേണ്ടി ദുൽഹജ്ജ് 7 8 കാത്തിരിക്കും. ആ സമയത്ത് ഹജ്ജിന് വേണ്ടി പോയ ആളുകൾ ഇവിടുന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്തു, പിന്നീട് ഉംറ നിർവഹിച്ചു, അവിടെ എത്തി, പിന്നീട് ഉംറ നിർവഹിച്ചതിൻ്റെ ശേഷമുള്ള കാലയളവ്, ആ കാലയളവിൽ അവർക്ക് ധാരാളം ഉംറകൾ വർദ്ധിപ്പിക്കാം, സുന്നത്തായ ഉംറകൾ വർദ്ധിപ്പിക്കാം. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉംറ ചെയ്ത് അവർക്ക് വേണ്ടി അതിൻ്റെ കൂലി അധികം ചെയ്യാം. ഇനി അവർ ഉംറ ചെയ്യാനുള്ള സാമ്പത്തിക സൗകര്യം ഉണ്ടായി ഉംറ ചെയ്യാതെ മരണപ്പെട്ടതാണെങ്കിൽ അവർക്ക് വേണ്ടി ഉംറ ചെയ്യാം. അല്ലെങ്കിൽ അവർ ഉംറ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഉംറ ചെയ്യാം. അതുപോലെ
നമുക്ക് തന്നെ സ്വന്തത്തിൽ ധാരാളം ഉംറകൾ വർദ്ധിപ്പിക്കുക. മസ്ജിദ് ഹറാമിൽ വെച്ചുകൊണ്ട് എല്ലാ ജമാഅത്തിനും കൂടി അവിടെ വെച്ചുകൊണ്ട് ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. അവിടെ വെച്ചുകൊണ്ട് ഖുർആൻ ഖത്മ് തീർക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 70,000 പ്രാവശ്യം ചൊല്ലി തീർക്കുക. ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഉംറയും മറ്റ് നിസ്കാരങ്ങളും അവിടുന്ന് ഒരു നിസ്കാരത്തിലേക്ക് 1 ലക്ഷവും 10 ലക്ഷവും 1 കോടിയും ഒക്കെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് ആ കൂലികളൊക്കെ എല്ലാവരും 1 ലക്ഷം കിട്ടും എന്നതിൽ എല്ലാവരും ഐക്യകണ്ഠേനയാണ്. അപ്പൊ ആ പ്രതിഫലം പിന്നീട് 10 ലക്ഷം എന്നും 1 കോടിയും എന്നൊക്കെ അതിനെ സംബന്ധിച്ച് വർധനവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണെങ്കിലും ആ കൂലികളൊക്കെ നേടിയെടുക്കാൻ നാം ശ്രദ്ധിക്കണം. അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ദിക്റുകളും ദുആകളും ഖുർആനോത്തുകളും എല്ലാം ചെയ്തുകൊണ്ട് നാം അവിടെ കഴിഞ്ഞുകൂടും. സ്ത്രീകൾ റൂമിൽ നിന്ന് ജമാഅത്തിന് വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് പോകേണ്ട കാര്യമില്ല. അവർ മക്കയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അവർക്ക് അവരുടെ വീടുകളിൽ വെച്ച്, റൂമുകളിൽ വെച്ച് നിസ്കരിക്കലാണ് അവർക്ക് ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഖൈർ എന്ന്. നേരെ മറിച്ച് തവാഫിന് പോയ സമയത്ത് ഇഖാമത്ത് കൊടുത്തു, ജമാഅത്തിന്റെ സമയമായി. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ തവാഫ് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തവാഫ് തുടങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ നിസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് തവാഫ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ നമ്മൾ അവിടുത്തെ ജമാഅത്തിൽ കൂടുക. അങ്ങനെ സ്ത്രീകൾ മാത്രം നിൽക്കുന്ന ഭാഗത്തേക്ക് മാറി നിന്ന് ആ ജമാഅത്തിൽ കൂടുക. കാരണം ആ സമയത്ത് നമ്മൾ റൂമിലേക്ക് തന്നെ വരുമ്പോൾ പുരുഷന്മാരെ തിരക്കി പോരേണ്ടി വരും. പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പിന്നെയും പോകേണ്ടി വരും. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ സ്ത്രീകൾ മാത്രം നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് മാറി നിന്ന് ആ അച്ചടക്കത്തോടെ ആ നിസ്കാരം നമുക്ക് നിർവഹിക്കാം. അല്ലാതെ ചില സ്ത്രീകൾ കാണാം, ബാങ്ക് കേൾക്കുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ജമാഅത്തിന് പോകണമെന്ന് ഇറങ്ങി പുറപ്പെടുന്നത് കാണാം. അതിൻ്റെ ആവശ്യമില്ല. സ്ത്രീകൾക്ക് അവരവരുടെ റൂമിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് അവർക്ക് ഖൈർ. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഖൈർ. ഇനി ദുൽഹജ്ജ് 7 വരുമ്പോൾ നമ്മൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യും. അല്ലെങ്കിൽ ദുൽഹജ്ജ് 8 രാവിലെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് മദീനയിൽ പോകാൻ സമയമുണ്ട്. സൗകര്യപ്പെടുന്ന ആളുകൾ മദീനയിലേക്ക് അപ്പോൾ പോകാം. അപ്പോൾ അവർക്കൊരു സുഖമാണ്, തിരിച്ചു വരുമ്പോൾ ഇഹ്റാം ചെയ്തു പോന്നാൽ പിന്നെ അവർ അറവിൽ നിന്ന് ഒഴിവായി. അപ്പോൾ നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ദുൽഹജ്ജ് 7 അന്ന് രാത്രി, അല്ലെങ്കിൽ ദുൽഹജ്ജ് 8 അന്ന് രാവിലെ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യും ഇൻഷാ അള്ളാഹ്. ഇനി ഹജ്ജിൻ്റെ അമാലുകൾ, കർമ്മങ്ങൾ അത് വിശദീകരിക്കുകയാണ്. ദുൽഹജ്ജ് 8 പ്രഭാതം മുതൽക്ക് മിനയിലേക്ക് പുറപ്പെടുന്നതാണ് നല്ലത്. എന്നാൽ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ പരിഗണിച്ച് ദുൽഹജ്ജ് 7 അന്ന് രാത്രി തന്നെ മിനയിലേക്ക് കൊണ്ടുപോകലാണ് പതിവ്. അപ്പോൾ ഇനി നാം ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഹജ്ജിന് നാം മക്കയിൽ വെച്ചുകൊണ്ട് തന്നെ ഇഹ്റാം ചെയ്യുമ്പോൾ നമ്മൾ തമത്തുവായി ഹജ്ജ് ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ നാം ഇഹ്റാം ചെയ്യുമ്പോൾ നമുക്ക് ഫിദിയ നിർബന്ധമാവുകയും ചെയ്യും. നാം അറുക്കേണ്ടി വരും. മക്കയിൽ നിന്ന് നാം ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അത് തമത്തുവിന്റെ രീതിയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇഹ്റാം ചെയ്യാൻ പോകുന്നത്. ഇനി അവിടെ നമുക്ക് ഫിദിയ ഒഴിവാകണമെങ്കിൽ, അറവ് ഒഴിവാകണമെങ്കിൽ ഒന്നിരിക്കൽ നമ്മൾ മക്കയിൽ നിന്ന് വേറെ ഏതെങ്കിലും മീഖാത്തിലേക്ക് പോയി ഇഹ്റാം ചെയ്ത് വരണം. മദീന സന്ദർശനത്തിന് പോയവരാണെങ്കിൽ അവരവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഇഹ്റാം ചെയ്ത് വന്നാൽ അവർക്കും ഈ ഫിദിയ ഒഴിവാകും. അല്ല എങ്കിൽ നമ്മൾ മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്യുമ്പോൾ നമ്മൾ ഫിദിയ കൊടുക്കണം. എന്താണ് ഫിദിയ? ഒന്നിരിക്കൽ ഒരാടിനെ അറക്കുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ 3 ദിവസം ഹജ്ജിന്റെ വേളയിലും 7 ദിവസം നാട്ടിൽ വെച്ചുകൊണ്ടും നോമ്പനുഷ്ഠിക്കണം. ഹജ്ജിന്റെ വേളയിൽ 3 ദിവസം നോമ്പനുഷ്ഠിക്കാൻ കഴിയണമെങ്കിൽ ദുൽഹജ്ജ് 6 മുമ്പ് തന്നെ അവൻ ഇഹ്റാം ചെയ്യണം. എന്നെങ്കിലേ സൗകര്യപ്രദമായി
അവനിക്ക് 3 ദിവസം നോമ്പ് നോൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അറഫന്റെ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തില്ല. പെരുന്നാളിന്റെയും അയ്യാമുൽ തശ്രീഖിന്റെയും ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ ഹറാമുമാണ്. അപ്പൊ പിന്നെ അവനിക്ക് സൗകര്യപ്രദമായിട്ട് 3 ദിവസം ഹജ്ജിന്റെ വേളയിൽ ലഭിക്കണമെങ്കിൽ ദുൽഹജ്ജ് 6-ന്റെ മുമ്പ് ഇഹ്റാം ചെയ്യണം. അങ്ങനെ ഹജ്ജിന്റെ വേളയിൽ 3 ദിവസവും നാട്ടിലെത്തിയാൽ 7 ദിവസവും അവൻ നോമ്പനുഷ്ഠിക്കണം. ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ അവൻ 10 മുദ്ദ് അരി ദാനം ചെയ്യണം സാധുക്കൾക്ക്. അങ്ങനെയാണ് അതിനുള്ള ഫിദിയ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇനി ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുകയാണ്. ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഇഹ്റാമിന്റെ മുന്നോടിയായി ചെയ്യേണ്ട സുന്നത്തുകളൊക്കെ നമ്മൾ പൂർത്തിയാക്കണം. ഉംറന്റെ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശദീകരിച്ചല്ലോ, നഖം മുറിക്കുക, മുടി മുറിക്കുക, അതുപോലെ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക, സുഗന്ധം പൂശുക, ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക, ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ പൂർത്തിയാക്കിയിട്ടാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് അത് മസ്ജിദുൽ ഹറാമിൽ പോയി നിസ്കരിക്കാൻ സാധിച്ചാൽ അങ്ങനെ നിസ്കരിക്കുക, ഇല്ല എങ്കിൽ അവൻ റൂമിൽ നിന്ന് തന്നെ നിസ്കരിച്ചാൽ മതി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി അവൻ ഇഹ്റാം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ദുൽഹജ്ജ് 8-ന്റെ രാവിലെ ഇഹ്റാം ചെയ്തുകൊണ്ട് മിനയിലേക്ക് പോകലാണ് നല്ലത്. പക്ഷെ ഇപ്പോൾ ദുൽഹജ്ജ് 7-ന്റെ രാത്രി തന്നെ കൊണ്ടുപോകുന്ന രീതിയാണുള്ളത്. അങ്ങനെ നമ്മൾ ഇഹ്റാം ചെയ്യുക. എന്താണ് ഹജ്ജിന്റെ ഇഹ്റാമിൽ നാം നിയ്യത്ത് ചെയ്യേണ്ടത്? നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല ലബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബൈക് എന്ന് നിയ്യത്ത് ചെയ്ത്, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കരുതി എന്ന നിയ്യത്ത് ചെയ്ത് ഇനി നമ്മൾ മിനയിലേക്ക് നീങ്ങുകയാണ്. തൽബിയത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ദുആ വർദ്ധിപ്പിക്കുക. അങ്ങനെ നാം മിനയിലേക്ക് നീങ്ങുകയാണ്. മിനയിലെത്തിക്കഴിഞ്ഞാൽ ദുൽഹജ്ജ് 9-ന്റെ രാത്രി മിനയിൽ നിൽക്കൽ സുന്നത്താണ്. അതുപോലെ ദുൽഹജ്ജ് 8-ന്റെ ളുഹ്ർ, അസ്ർ, 9-ന്റെ മഗ്രിബ്, ഇശാ, സുബഹി ഇതൊക്കെ മിനയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കൽ സുന്നത്താണ്. അത് മിനയിലുള്ള മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് സുന്നത്ത്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ടെന്റിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ മതി. അങ്ങനെ മിനയിൽ വെച്ചുകൊണ്ട് ഈ 5 നിസ്കാരങ്ങളും നിർവഹിക്കുക. അത് ജമ്മാക്കാൻ പറ്റിയ യാത്രാ കണ്ടീഷനിലുള്ളവർക്ക് ജമ്മാക്കി നിസ്കരിക്കാം, അല്ലാത്തവർ അല്ലാതെ നിസ്കരിക്കുക. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ഈ നിസ്കാരങ്ങൾ നിർവഹിച്ച് അവൻ അവിടെ വെച്ചുകൊണ്ട് ദിക്റും ദുആഉം ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. ഇനി അവന് പോകാനുള്ളത് അറഫയിലേക്കാണ്. അറഫ എന്നത് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. അപ്പൊ ആ അമൽ നിർവഹിക്കാൻ പാകപ്പെടുന്ന രൂപത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് അവൻ കർമ്മങ്ങൾ ചെയ്ത് ദിക്റുകളും സ്വലാത്തുകളും ദുആകളും ഒക്കെ വർദ്ധിപ്പിച്ച് അവന്റെ മനസ്സും ശരീരവും എല്ലാ നിലക്കും അറഫയിൽ നിൽക്കാൻ പാകപ്പെടുന്ന രൂപത്തിലാവുക. ഇനി 9-ന്റെ പ്രഭാതമായി കഴിഞ്ഞാൽ അറഫയിലേക്ക് പുറപ്പെടാനുള്ള സുന്നത്തായ കുളിയുടെ സമയമായി. ആ കുളി അവൻ മിനയിൽ വെച്ചുകൊണ്ട് തന്നെ കുളിക്കലാണ് നല്ലത്. അത് അറഫയുടെ പരിസരത്തുള്ള മസ്ജിദ് ഇബ്രാഹിമിന്റെ അടുത്തുള്ള വാദി നെമ്രയിൽ വെച്ച് കുളിക്കാം. പക്ഷേ ഇപ്പോൾ അതൊക്കെ സൗകര്യപ്പെടുകയില്ല. അതുകൊണ്ട് മിനയിൽ വെച്ചുകൊണ്ട് തന്നെ അറഫക്ക് വേണ്ടിയിട്ടുള്ള കുളി അവൻ കുളിക്കുക. എന്നിട്ട് അറഫയിലേക്ക് നീങ്ങുക. അറഫയിൽ നിൽക്കേണ്ട സമയം ദുൽഹജ്ജ് 9-ന്റെ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ പെരുന്നാളിന്റെ സുബഹിന്റെ ഇടയിലുള്ള സമയമാണ്. അതുകൊണ്ട് ഉച്ചക്കാണ് അവൻ അറഫയിലേക്ക് പ്രവേശിക്കേണ്ടത്. നേരത്തെ അവിടെ എത്തിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അറഫയുടെ സമയം വരുമ്പോൾ അവൻ അശ്രദ്ധയായി പോകരുത്. അവൻ നേരെ മിനയിൽ നിന്ന് അറഫയിലേക്ക് നീങ്ങി അറഫന്റെ പരിസരത്തുള്ള മസ്ജിദ് ഇബ്രാഹിം അതിൽ വെച്ചുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടാൽ അവിടുന്ന് ളുഹ്ർ നിസ്കരിക്കുകയാണ് നല്ലത്. അങ്ങനെ അവൻ ളുഹ്ർ നിസ്കരിച്ചു. അല്ല എങ്കിൽ സൗകര്യപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ളുഹ്ർ നിസ്കരിക്കാം. ളുഹ്ർ നിസ്കരിച്ചു. ഉച്ചയോടുകൂടി അവൻ അറഫയിലേക്ക് പ്രവേശിക്കുക.
അറഫയിൽ പ്രവേശിക്കുമ്പോൾ അറഫയുടെ മധ്യഭാഗത്തുള്ള ജബലുർ റഹ്മ എന്ന പർവ്വതത്തിൻ്റെ ആ മലയുടെ തായ്ഭാഗത്ത് നിൽക്കൽ പ്രത്യേക സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന സ്ഥലമാണ്. ഇനി അവിടെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ സൗകര്യപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്നാൽ മതി. അന്ന് ളുഹറിന്റെ സമയത്ത് മസ്ജിദ് ഇബ്രാഹിമിലുള്ള ഖുതുബ അതൊക്കെ അവൻ കേൾക്കണം. അങ്ങനെ ജബലുർ റഹ്മയുടെ താഴെ അവൻ നിന്ന് അവിടെ വെച്ചുകൊണ്ട് അവൻ മനസ്സുരുകി കണ്ണീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്. അവിടെ വെച്ചുകൊണ്ട് അവൻ്റെ ദോഷങ്ങൾ പുറത്തു കിട്ടണം. അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു പൊറുക്കും എന്ന നിയ്യത്തോടു കൂടി തന്നെ അവിടെ വെച്ചുകൊണ്ട് അവൻ ദുആ ചെയ്യണം. അറഫയിൽ നിൽക്കുമ്പോൾ ഒന്നുണ്ടാകൽ നിർബന്ധമില്ല. പക്ഷേ ഒന്നുണ്ടായിരിക്കലും അതുപോലെ ഖിബ്ലക്ക് തിരിഞ്ഞിരിക്കലും അതുപോലെ ഔറത്ത് മറച്ചുകൊണ്ടായിരിക്കലും അതൊക്കെ സുന്നത്താണ്. ആ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. ആ അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരു 1000 പ്രാവശ്യം ചൊല്ലുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം ഓതുക. ആയത്തുൽ കുർസി 100 പ്രാവശ്യം ഓതുക. ആമനർ റസൂൽ 1 പ്രാവശ്യം ഓതുക. സൂറത്തുൽ അസ്ർ ഓതുക. ഒരു പ്രാവശ്യം ഓതുക. ഒരു 100 സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെ ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് അവൻ മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഒരാൾ അറഫയിൽ നിന്നിട്ട് എൻ്റെ ദോഷം പുറത്തു കിട്ടുകയില്ല എന്ന് കരുതാൻ പാടില്ല. അത് തന്നെ തെറ്റാണ്. എനിക്ക് ദോഷം പുറത്തു കിട്ടും എന്ന ഒരൊറ്റ ചിന്തയോടുകൂടി ദോഷം പുറത്തു കിട്ടണം അല്ലാഹ് എന്ന് മനസ്സുരുകിക്കൊണ്ട് അവൻ അവിടെ വെച്ചുകൊണ്ട് ധാരാളമായി ദുആ ചെയ്യണം. അറഫയിൽ ഈ ദുൽഹജ്ജ് 9 ഉച്ച മുതൽ അതുപോലെ പെരുന്നാളിന്റെ സുബൈ വരെയുള്ള സമയത്ത് എപ്പോഴെങ്കിലും നിന്നാൽ മതി. എങ്കിലും കുറച്ച് കൂടുതൽ സമയം അവിടെ കഴിച്ചു കൂട്ടുകയാണ് അവനിക്ക് സുന്നത്ത്. ആ സമയം അവൻ ദിക്റിലും ദുആയിലുമായി കൊണ്ട് തന്നെ കഴിഞ്ഞുകൂടണം. മറ്റനാവശ്യ വാക്കുകളിലും സംസാരങ്ങളിലൊന്നും അവൻ ഏർപ്പെടരുത്. രാത്രിയും കൂടി അല്പസമയം നിൽക്കലാണ് സുന്നത്ത്. മഗ്രിബ് ആകുന്നതോടുകൂടി അവനിക്ക് ഇനി മുസ്ദലിഫയിലേക്ക് നീങ്ങാം. എന്നാലും മഗ്രിബിന്റെ ശേഷം അല്പം സമയവും കൂടി അവനവിടെ ചെലവഴിച്ച് രാത്രിയും പകലും കൂടി കിട്ടുന്ന രൂപത്തിൽ അവൻ നിൽക്കലാണ് നല്ലത്. യാത്രാ സൗകര്യമുള്ളവരാണ്, യാത്രാ കണ്ടീഷനിലുള്ളവരാണെങ്കിൽ അവര് എന്ന് പറഞ്ഞാൽ യാത്രയിൽ ജമ്മ അനുവദനീയമായ രീതിയിലുള്ളവരാണെങ്കിൽ അവർക്ക് മഗ്രിബും ഇശാഉം കൂടി മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് അവർക്ക് സുന്നത്ത്. അല്ലാത്തവർക്ക് അറഫയിൽ വെച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാം. അങ്ങനെ അല്പസമയം മഗ്രിബിന്റെ ശേഷവും കൂടി നിന്ന് എന്നിട്ട് അവൻ മുസ്ദലിഫയിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ വെയിലുള്ള സ്ഥലത്ത് അല്പം നിൽക്കല്, വെയില് ഒഴിവായി തണൽ തെരഞ്ഞു നടക്കുകയല്ല വേണ്ടത്. വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് അവൻ കുറച്ച് നിൽക്കണം. അങ്ങനെ അറഫയിൽ അവൻ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്ത് തൗബ ചെയ്ത് നല്ല ക്ലിയറായി അവൻ മഗ്രിബിന്റെ ശേഷം ഇനി മുസ്ദലിഫയിലേക്ക് നീങ്ങുകയാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ട സമയം, നിൽക്കേണ്ട സമയം പെരുന്നാളിന്റെ രാത്രി പകുതിയാകുന്നതോടുകൂടി ആരംഭിക്കും. ആ സമയം മുതൽ സുബൈ വരെയുള്ള സമയത്തിൽ അവൻ മുസ്ദലിഫയിൽ നിൽക്കണം. അല്പസമയം നിന്നാലും മുസ്ദലിഫയിൽ നിന്ന വാജിബ് കൂടുമെങ്കിലും കുറച്ച് കൂടുതൽ സമയം നിൽക്കുകയാണ് വേണ്ടത്. അപ്പൊ അറഫയിൽ നിന്ന് മഗ്രിബിന്റെ ശേഷം മുസ്ദലിഫയിലേക്ക് നീങ്ങി അവൻ മുസ്ദലിഫയിൽ ഈ പറഞ്ഞ സമയം
അഥവാ പെരുന്നാളിൻ്റെ രാത്രി പകുതിയായതിൻ്റെ ശേഷം സുബഹിൻ്റെ ഇടയിലുള്ള സമയം അവിടെ നിൽക്കുകയും ആ സന്ദർഭത്തിൽ അവൻ ജംറകളിലേക്ക് എറിയാനുള്ള കല്ലുകൾ 70 കല്ലുകൾ അവൻ മുസ്ദലിഫയിൽ നിന്ന് പെറുക്കണം. 70 കറക്റ്റാക്കി ആക്കേണ്ട, ഒരു 5-6 ഒക്കെ കൂടുതൽ എടുക്കുകയാണ് നല്ലത്. അഥവാ ഒരു കല്ല് മിസ്സാവുകയോ മിസ്സാവുകയോ ഒക്കെ ചെയ്താൽ അത് പരിഹരിക്കാൻ. അങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് ആ കല്ലുകളും പെറുക്കി ഇനി അവൻ ജംറത്തുൽ അഖബ എറിയാൻ വേണ്ടി മിനയിലേക്ക് തന്നെ നീങ്ങുകയാണ്. ജംറത്തുൽ അഖബയിലേക്ക് എറിയൽ ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടതാണല്ലോ. അപ്പൊ മുസ്ദലിഫയിൽ നിന്ന് ഇനി മിനയിലേക്ക് നീങ്ങുകയാണ്. ജംറത്തുൽ അഖബയിൽ എറിയേണ്ട സമയം പെരുന്നാളിന്റെ രാത്രി പകുതിയായതിനു ശേഷം ആരംഭിക്കും. എന്നാലും സുബഹിന്റെ ശേഷം പെരുന്നാളിന്റെ ഉച്ചക്ക് മുമ്പ്, പെരുന്നാളിന്റെ സുബഹിയായി പെരുന്നാളിന്റെ ഉച്ചക്ക് മുമ്പ് എറിയലാണ് ശ്രേഷ്ഠമായ സമയം. പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് എറിഞ്ഞാലും അവനിക്ക് ഉത്തമമായ സമയം ലഭിക്കും. ഇനി അന്ന് എറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ പിറ്റേ ദിവസവും അയ്യാമു തശ്രീക്ക് തീരുന്നതിന്റെ ഇടയിലും എറിഞ്ഞാൽ മതി. എന്നാൽ ഏറ്റവും നല്ലത് പെരുന്നാളിന്റെ സുബഹിന്റെ ശേഷം മുതൽ പെരുന്നാളിന്റെ ഉച്ചയാകുന്നതിന്റെ ഇടയിലുള്ള സമയം എറിയലാണ്. അപ്പൊ മിനയിൽ വന്നു ജംറത്തുൽ അഖബയിലേക്ക് അവൻ 7 കല്ല്, ഓരോരോ കല്ല് വീതം എറിയണം. 7 കല്ലും കൂടി ഒരുമിച്ച് എറിഞ്ഞാൽ പറ്റില്ല. ഓരോരോ കല്ല് വീതം അവൻ എറിയണം. ആ എറിയുന്നതോടു കൂടി അവൻ തൽബിയത്ത് അവസാനിപ്പിക്കണം. കാരണം ജംറത്തുൽ അഖബ എറിയുന്നതോടുകൂടി തൽബിയത്തിന്റെ സമയം തീരുകയാണ്. ഇനി പെരുന്നാൾ ദിവസമാണല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ജംറത്തുൽ അഖബയിലേക്ക് പെരുന്നാൾ ദിവസത്തിന്റെ രാത്രി പകുതിയായത് മുതൽ എറിയാൻ തുടങ്ങാം. അപ്പോ അവിടെ വലിയ തിരക്കായിരിക്കും. അതുകൊണ്ട് ഒന്നിരിക്കൽ മുസ്ദലിഫയിൽ നിന്ന് നേരത്തെ പോന്ന് പകുതിയായതിന്റെ ശേഷം അവിടുന്ന് നേരെ വേഗം പോന്ന് സുബഹിയാകുന്നതിന്റെ മുമ്പ് എറിയാൻ കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാതെ എറിയാം. അല്ലെങ്കിൽ സുബഹിന്റെ ശേഷം ഒക്കെ ആകുമ്പോൾ വലിയ തിരക്കായിരിക്കും. അതുകൊണ്ട് തിക്കലും തിരക്കിലും പെട്ട് അപകടപ്പെടുന്നത് നാം ശ്രദ്ധിക്കണം. അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിലൊക്കെ എറിഞ്ഞാലും അവനിക്ക് ഉത്തമമായ സമയം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് സൗകര്യം പോലെ ആ സമയങ്ങൾ നോക്കിയിട്ട് അവൻ എറിയുക. എറിയുന്ന സമയത്ത് പുരുഷൻ കയ്യൊക്കെ ഉയർത്തി നല്ലപോലെ എറിയുക. സ്ത്രീകൾ വല്ലാതെ ഉയർത്താതെ എറിയാൻ പറ്റുന്ന രൂപത്തിൽ ആ 7 കല്ലുകളും ആ തടത്തിൽ തന്നെ വീഴണം. കല്ലുകൾ എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ആ വട്ടത്തിലുള്ള തടം, ആ തടത്തിൽ ഈ കല്ലുകൾ 7 വീഴണം. അങ്ങനെ ജംറത്തുൽ അഖബയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അറുക്കാനുള്ള ആളുകൾ ഫിദിയന്റെ അറവോ ഉദയത്തിന്റെ അറവോ ഉണ്ടെങ്കിൽ ആ അറവ് നിർവഹിക്കുക. അറവ് നിർവഹിച്ച് പിന്നീട് മുടിയെടുക്കുക എന്ന ഫർളാണ് നിർവഹിക്കാനുള്ളത്. മുടി എടുക്കുമ്പോൾ പുരുഷൻ പൂർണ്ണമായി മുടിയെടുക്കലാണ് സുന്നത്ത്. സ്ത്രീകൾ അവര് മുടി വെട്ടുകയാണ് വേണ്ടത്. പുരുഷന് പൂർണ്ണമായി കളയുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി കളയുന്നവർക്ക് വേണ്ടി 3 പ്രാവശ്യം ദുആ ചെയ്യുകയും 4ാമത്തെ പ്രാവശ്യമാണ് മുടി വെട്ടുന്നവർക്ക്. സംഗതി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും 3 മുടി എടുത്താൽ ആ നിർബന്ധം വീടും. ആ മുടി കളയുക എന്ന ഫർള് വീടി. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് പൂർണ്ണമായി പിന്നെ മുടി എടുക്കാനാണ് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾ അതിന്റെ തുമ്പ് പിടിച്ചിട്ട് വെട്ടുക. അങ്ങനെ മുടിയെടുക്കുന്ന സമയത്ത് പുരുഷന്മാര് വലഭാഗം കൊണ്ട് തുടങ്ങുക, കിബിലക്ക് മുന്നിടുക. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായ സുന്നത്താണ്. അങ്ങനെ മുടിയെടുത്തു കഴിഞ്ഞാൽ എറിയലും മുടിയെടുക്കലും അത് കഴിയുന്നതോടുകൂടി നമ്മൾ പിന്നെ ഹജ്ജിന്റെ ഇഹ്റാമിൽ നിന്ന് 1ാമത്തെ തഹല്ലുലായി. 1ാമത്തെ തഹല്ലുൽ എന്ന് പറഞ്ഞാൽ
അവനിക്ക് സംയോഗമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇഹ്റാം ചെയ്ത കാരണം കൊണ്ട് നിഷിദ്ധമായിരുന്ന കാര്യങ്ങൾ അതൊക്കെ അവനിക്ക് അനുവദനീയമായി. സ്ത്രീകളോട് ഭാര്യയോട് ബന്ധപ്പെടുക എന്ന് പറയുന്ന ആ സംയോഗം ചെയ്യുക അത് അവനിക്ക് ഈ ഒരു ഒന്നാം തഹജ്ജുദ് കൊണ്ട് അനുവദനീയമാവുകയില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അവനിക്ക് അനുവദനീയമായി. അപ്പോ ആ കാര്യം നാം മനസ്സിലാക്കണം. ഇനി അവനിക്ക് ചെയ്യാനുള്ളത് പെരുന്നാളിന്റെ ദിവസം പ്രധാനപ്പെട്ട അമലുകൾ വരുന്നത് ഒന്ന് തവാഫാണ്, മറ്റൊന്ന് സഅയാണ്. ഈ കാര്യങ്ങളിലേക്കാണ് ഇനി അവൻ നീങ്ങുന്നത്. അപ്പോ മിനയിൽ നിന്ന് ജംറത്തുൽ അഖബയിലേക്ക് കല്ലെറിഞ്ഞ് അവിടുന്ന് അറുക്കാനുണ്ടെങ്കിൽ അറുത്ത് മുടിയെടുത്ത് ഇനി അവൻ മസ്ജിദുൽ ഹറാമിലേക്ക് വരികയാണ്. മിനയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് വരികയാണ്. ഇനി തൽബിയത്തില്ല, ഇനി തക്ബീറാണ്. കാരണം പെരുന്നാളാണല്ലോ. പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി കൊണ്ട് നിസ്കരിക്കല് ഹാജിക്കില്ല. അവര് പെരുന്നാൾ 2 റക്അത്ത് സുന്നത്ത് ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതി. അപ്പൊ അത് മിനയിൽ വെച്ചുകൊണ്ട് നിർവഹിച്ച് ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് അവൻ വരികയാണ് തവാഫ് ചെയ്യാൻ വേണ്ടി. സ്ത്രീകൾ ആർത്തവമുള്ളപ്പോൾ തവാഫ് ചെയ്യാനോ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാനോ പാടുള്ളതല്ല. അവര് ആർത്തവം നിലക്കുന്നത് വരെ കാത്തിരിക്കണം. അങ്ങനെ ആർത്തവം നിലച്ചാൽ കുളിച്ച് ശുദ്ധിയായി വുളൂ ചെയ്ത് തവാഫ് പൂർത്തിയാക്കണം. തവാഫ് പിന്തി എന്നതുകൊണ്ട് അതിന്റെ സമയം നഷ്ടപ്പെടുന്നതല്ല. ഇനിയൊരു സ്ത്രീക്ക് ആർത്തവം നിലക്കുന്നത് വരെ കാത്തിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ, അഥവാ അവൾക്ക് നാട്ടിലേക്ക് തിരിക്കേണ്ട സമയമായി, ആർത്തവം നിലച്ചിട്ടില്ല, ഇനി അവൾ അവിടെ ആർത്തവം നിലക്കുന്നത് വരെ താമസിച്ചാൽ അവൾക്ക് പ്രയാസം നേരിടേണ്ടി വരും. അവൾ കുടുങ്ങും, അവൾ യാത്രയിൽ ഒറ്റപ്പെടും. അങ്ങനത്തെ ഗത്യന്തരമില്ലാത്ത സാഹചര്യം ഉണ്ടായി അവൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അവള് ഇഹ്റാമിലായി കൊണ്ട് തന്നെ നാട്ടിലെത്തി. എന്നാൽ അവൾക്ക് പിന്നീട് തിരിച്ച് മക്കയിലേക്ക് ചെന്ന് തവാഫ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അതിനുള്ള സാഹചര്യവുമില്ല എങ്കിൽ അവൾക്ക് നാട്ടിൽ വെച്ചുകൊണ്ട് ഇഹ്റാമിൽ നിന്ന് വിരമിക്കാം. മുടിയെടുക്കുകയും ഫിദിയ നൽകുകയും ചെയ്തുകൊണ്ട് അവൾക്ക് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകാം, ഒഴിവാകാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി മക്കയിൽ തന്നെ ആർത്തവമായി ഉള്ള സന്ദർഭത്തിൽ അവൾ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ആർത്തവത്തെ നിർത്തി. ആ സന്ദർഭത്തിൽ അവള് തവാഫ് ചെയ്തു. എന്നാൽ ആ തവാഫ് സഹിയായ തവാഫായി പരിഗണിക്കപ്പെടുമെന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മരുന്ന് ഉപയോഗിക്കൽ അനുകൂലമാണോ പ്രതികൂലമാണോ ശരീരത്തിന്, അത് അവൾ ഡോക്ടർമാരോട് ചോദിച്ച് തീരുമാനിക്കണം. അങ്ങനെ അവൾ മരുന്ന് ഉപയോഗിച്ച് ആർത്തവം നിർത്തിയാൽ ആ സമയം ശുദ്ധിയുടേതായി പരിഗണിക്കുകയും ആ സമയത്ത് തവാഫ് ചെയ്താൽ അത് സഹിയായ തവാഫ് ആവുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ആശിയത്തുൽ ഇലാഹിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഇനി നാം നേരെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് കഅബന്റെ അടുത്ത് വന്ന് ഇനി ഇഫാദത്തിന്റെ തവാഫ് അഥവാ ഫർളായ തവാഫ് അത് നിർവഹിക്കലാണ് അടുത്ത കർമ്മം. അത് നിർവഹിക്കുന്ന സമയത്ത് നേരത്തെ ഉംറന്റെ തവാഫ് നിർവഹിക്കുമ്പോൾ പറഞ്ഞ എല്ലാ ഷർത്തുകളും അവൻ പാലിക്കണം. ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങി ഹജറുൽ അസ്വദ് കൊണ്ട് അവസാനിപ്പിക്കുക, അപ്പോഴാണ് ഒരു ചുറ്റ് പൂർത്തിയാകുന്നത്. അങ്ങനെ 7 പ്രാവശ്യം അവൻ തവാഫ് ചെയ്യുക. ഈ തവാഫിന്റെ ശേഷം സഅയ് വരുന്നത് കൊണ്ട് ഈ തവാഫിൽ ഇർതിബാ അഥവാ അവന്റെ തോളിട്ട ഷാല് അതിന്റെ ഒരു ഭാഗം കക്ഷത്തിലാക്കിയിട്ട് അവന്റെ ത്വക്ക് വെളിവാകുന്ന രൂപത്തിൽ അത് കക്ഷത്തിന്റെ ചുവട്ടിലാക്കി മറ്റേ 2 തെല്ല് അവന്റെ ഇടഭാഗത്തെ ചുമലിൽ വെക്കുന്ന രീതിയിൽ ആ ഷാൾ ഇടുക. അതുപോലെ ആദ്യത്തെ 3 നടത്തത്തിൽ പുരുഷന്മാര് റംല് നടക്കണം. അഥവാ ഒന്ന് കാലൊക്കെ അടുപ്പിച്ച് ഒന്ന് ശക്തിയായി നടക്കുന്ന രൂപം സ്വീകരിക്കൽ സുന്നത്താണ്. അത് കഴിഞ്ഞ് 7 തവാഫ് നേരത്തെ പറഞ്ഞ സുന്നത്തുകളൊക്കെ പാലിച്ച് അവൻ പൂർത്തിയാക്കി അവൻ പിന്നീട് സഅയിന് പോവുകയാണ്. തവാഫ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട്
ഇബ്രാഹിം മഖാമിൻ്റെ പറയിൽ ചെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതിൻ്റെ ശേഷം സംസം വെള്ളം കുടിച്ച് അവൻ സഫാ മർവന്റെ ഇടയിൽ സൈ ചെയ്യാൻ പോവുക. സൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉംറയുടെ സൈ പറഞ്ഞതുപോലെ തന്നെ സഫ മുതൽ തുടങ്ങി മർവയിൽ അവസാനിച്ച് അങ്ങനെ 7 പ്രാവശ്യം സഫയിൽ നിന്ന് മർവയിലെത്തുമ്പോൾ 1 അങ്ങനെ അവസാനം 7ാമത്തെ പ്രാവശ്യം മർവയിൽ അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ സൈ കഴിഞ്ഞു. സൈൻ്റെ സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ വിഷയങ്ങളൊക്കെ നേരത്തെ ഉംറന്റെ സമയത്ത് പറഞ്ഞിരുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സൈ 7 പ്രാവശ്യം അവൻ പൂർത്തിയാക്കിയാൽ അതിൻ്റെ ശേഷം ഇനി മുടി കളയുക എന്നുള്ളത് നേരത്തെ ചെയ്തത് കൊണ്ട് അത് ഇനി ഇവിടെ വരുന്നില്ല. അപ്പം ആ സൈയും പൂർത്തിയാക്കി അവൻ പിന്നീട് മിനയിലേക്ക് തന്നെ ലോറ് നിസ്കരിക്കാൻ മിനയിലേക്ക് തന്നെ പോവുക. അവനവിടെ ഹറമിൽ കൂടി ലോറും അസറും മഗ്‌രിബൊന്നും അന്ന് അവൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അവൻ നേരെ മിനയിലേക്ക് തന്നെ പോകണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളാണ്. അഥവാ ദുൽഹജ്ജ് 11, 12, 13 ഈ ദിവസങ്ങളിൽ മിനയിൽ നിൽക്കുകയും ആ ദിവസങ്ങളിൽ മിനയിലെ 3 ജംറകളിലേക്കും, അതിനാണല്ലോ നേരത്തെ 70 കല്ല് വർക്കിയത്, ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ജംറകളിലേക്ക് ഓരോ ദിവസവും അവൻ 7 കല്ല് ഉണ്ട്. ഓരോ ജംറകളിലേക്കും 7 കല്ല് വീതം ഈ പറഞ്ഞ 3 ദിവസങ്ങളിലും അവൻ എറിയുക എന്ന ആ വാജിബാണ് ഇനി നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം തവാഫും സൈയും മുടി കളയലും ഇതെല്ലാം പൂർത്തിയാക്കിയാൽ അവിടെ തവാഫും സൈയും ഈ മുടി കളയലും അതിനൊന്നും ഇപ്പൊ സമയപരിധിയില്ല. പക്ഷെ അതൊക്കെ പെരുന്നാളിന്റെ ദിവസം ആകുന്നതാണ് നല്ലത്. ഇനി അതവൻ പിന്തിച്ചാൽ അവനത് ചെയ്യണം. പിന്തിച്ചു എന്നതുകൊണ്ട് അതിന്റെ സമയം നഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എത്ര ദിവസങ്ങളിലേക്ക് പിന്തിച്ചാലും പക്ഷെ അത്രയും ദിവസം അവൻ ഇഹ്റാമിലായി കൊണ്ട് ബാക്കിയാവും. അതുകൊണ്ട് ആ പെരുന്നാളിന്റെ ദിവസം തന്നെ അവനത് നിർവഹിക്കുക. സഈൻ തവാഫും പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളെ തൊട്ട് പിന്തിപ്പിക്കൽ ശക്തമായ കറാഹത്താണ്. എന്നാൽ സഈൻ തവാഫും ചെയ്യാതെ മക്ക വിട്ടു പോരുക എന്നത് അതിനേക്കാൾ വലിയ കറാഹത്തായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ തവാഫും സഈയും അത് നിർവഹിക്കുന്നതോടുകൂടി അവൻ ഹജ്ജിൽ നിന്ന് പൂർണ്ണ വിരാമമായി. ഇനി അവനിക്ക് നേരത്തെ ഇഹ്റാം കൊണ്ട് ഹറാമായിരുന്ന എല്ലാ കാര്യങ്ങളും അവനിക്ക് ഇപ്പോൾ അനുവദനീയമായി. എന്നാലും അയ്യാമു തശ്രീഖ് കഴിയുന്നതിന്റെ മുമ്പ് സ്ത്രീകളോട് ബന്ധപ്പെടാതെ ഇരിക്കലാണ്, അഥവാ ഭാര്യമാരോട് പിന്നെ സുഖത്തിന് വേണ്ടി ബന്ധപ്പെടാതിരിക്കലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങനെ ഈ കർമ്മങ്ങൾ കഴിഞ്ഞ് അവൻ മിനയിലേക്ക് പോയി. മിനയിൽ കല്ലെറിയേണ്ട സമയം ഓരോ ദിവസവും ദുൽഹജ്ജ് 11, 12, 13 ഈ ദിവസങ്ങളിലൊക്കെ കല്ലെറിയേണ്ട സമയം ഉച്ച മുതൽ മഗ്‌രിബ് വരെയുള്ള സമയമാണ് അതിൻ്റെ ഉത്തമ സമയം. ഉച്ച മുതലാണ് അതിൻ്റെ സമയം പ്രവേശിക്കുന്നത്. ഓരോ ദിവസവും ഉച്ചയായി കഴിഞ്ഞാൽ അതിൻ്റെ സമയമായി. പക്ഷേ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയത്തിൽ എറിയലാണ് ഏറ്റവും ശ്രേഷ്ഠത. പക്ഷേ അയ്യാമു തശ്രീഖ് തീരുന്നതിന്റെ ഇടയിലൊക്കെ എറിയാം. ഒരു ദിവസത്തെ എറിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം എറിയാം. പക്ഷെ പിറ്റേ ദിവസം എറിയുമ്പോൾ ആദ്യത്തെ ദിവസത്തെ പൂർത്തിയാക്കിയിട്ടാണ് ആ ദിവസത്തെ എറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ 11ന്റെ അവനന്ന് എറിഞ്ഞില്ല, എന്നാൽ 12 എറിയുമ്പോൾ ആദ്യം 11ന്റെ എറിയണം, പിന്നെയാണ് 12ന്റെ അന്നത്തെ ദിവസത്തെ എറിയേണ്ടത്. അപ്പൊ ഈ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളിലും അവൻ ജംറകളിലേക്ക് എറിയണം. ആദ്യം ജംറത്തുൽ ഊല, അതിലേക്ക് 7 പ്രാവശ്യം എറിയുക. എറിയേണ്ട സമയം നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ ദിവസവും ഉച്ചന്റെ ശേഷമാണ് അതിന്റെ സമയം പ്രവേശിക്കുന്നത്. പിന്നെ ജംറത്തുൽ ഉസ്തയിലേക്ക് എറിയുക, പിന്നെ ജംറത്തുൽ അഖബയിലേക്ക് എറിയുക.
അങ്ങനെ ജംറത്തുൽ ഊല നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അപ്പുറത്തേക്ക് മാറി നിന്ന് അവിടുന്ന് നമ്മൾ ദിക്റും സ്വലാത്തും ദുആവുമായിട്ട് കുറച്ച് സമയം കഴിച്ചു കൂട്ടണം. ഏകദേശം ഒരു അൽബക്കറ സൂറത്ത് ഓതാനുള്ള 1.5 മണിക്കൂർ സമയം നാം അവിടെ ദുആയിലായിക്കൊണ്ട് ദിക്റിലായിക്കൊണ്ട് നാം കഴിയണം. എന്നിട്ട് രണ്ടാമത്തെ ജംറ എറിയാൻ നിൽക്കുക. രണ്ടാമത്തെ ജംറയും എറിഞ്ഞാൽ നാം ദിക്റും ദുആവും സ്വലാത്തും ആയിട്ട് കുറച്ച് സമയം ചെലവഴിക്കണം. പിന്നെ മൂന്നാമത്തെ ജംറത്തുൽ അഖബ എറിയുക. ജംറത്തുൽ അഖബ എറിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അവിടെ ദുആൻ ദിക്റിനും നിൽക്കേണ്ടതില്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസവും അഥവാ 12ാമത്തെ ദിവസവും അതുപോലെ 3 ജംറകളിലേക്കും 7 കല്ല് വീതം എറിയുക. നേരത്തെ പറഞ്ഞതുപോലെ കല്ലെറിയുമ്പോൾ ആ തടത്തിൽ തന്നെ വീഴുന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 13ന്റെ അന്നും അതുപോലെ 3 ജംറകളിലേക്കും എറിയുക. ഇനി ഒരാൾ 12ന്റെ അന്ന് എറിഞ്ഞു, 12ന്റെ മഗ്‌രിബിന്റെ മുമ്പ് അവിടെ നിന്ന് പോരുകയാണെങ്കിൽ, അവൻ ധൃതിയിൽ പോരുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവന്റെ 13ാമത്തെ ദിവസത്തെ ഏറ് അവനിക്ക് ഒഴിവായി പോകും. അതിനുവേണ്ടി അവൻ ഫിദിയൊന്നും കൊടുക്കേണ്ടതില്ല. അപ്പോ ഈ 3 ജംറകളിലേക്കും അവൻ എറിയണം. ഓരോ ദിവസവും അവൻ എറിയണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ അഥവാ നഷ്ടപ്പെട്ടാൽ പിറ്റേ ദിവസം എറിയണം. അങ്ങനെ ആ ഏറ് അവൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവനിക്ക് ഹജ്ജിന്റെ ആ വാജിബാത്ത് കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ഏറ് നമ്മളേക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഫിദിയ വേണ്ടി വരും. 3 ഏറ് നഷ്ടപ്പെട്ടു പോയാൽ 3 മുതൽ 70 വരെയുള്ള ഏറുകൾ നഷ്ടപ്പെട്ടാലും അതിന് പൂർണ്ണമായ ഒരു ഫിദിയ നൽകിയാൽ അതിന് പരിഹാരമാകും. അതുകൊണ്ട് എറിയുമ്പോൾ ആ ഏറ് ശരിക്കാ തടത്തിൽ വീഴുന്ന കാര്യം നാം നല്ലപോലെ ശ്രദ്ധിക്കണം. അങ്ങനെ ഏറ് പൂർണ്ണമായി പിന്നീട് അവൻ 13ാമത്തെ ദിവസവും കൂടി എറിഞ്ഞ് 3 ദിവസവും ക്ലിയറായി എറിയലാണ് ഏറ്റവും ഉത്തമമായ രീതി. പക്ഷെ അതിന് സൗകര്യപ്പെടാത്തൊരവസ്ഥയാണെങ്കിൽ അവനിക്ക് 12ന്റെ അന്ന് തന്നെ തിരിച്ചു പോരാം. അപ്പൊ 13ന്റെ ഏറ് അവനിക്ക് ഒഴിവായിപ്പോയി. അങ്ങനെ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്ന് വദാഇന്റെ തവാഫ് ചെയ്യുക. ആർത്തവമുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് മക്കയിൽ നിന്ന് പോരേണ്ട സാഹചര്യമാണെങ്കിൽ അവർക്ക് വിദാഇന്റെ തവാഫ് നിർബന്ധമില്ല. അവര് അത് ഒഴിവാക്കിയാൽ ഫിദിയയുമില്ല. വിദാഇന്റെ തവാഫ് നിർബന്ധമാകുന്നത് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മക്കയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്നവർക്കാണ്. അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് 112 കിലോമീറ്ററിന്റെ ദൂരത്തേക്ക് പോകുന്നു. അത്തരം ആളുകൾക്കാണ് വിദാഇന്റെ തവാഫ് നിർബന്ധമാകുന്നത്. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മക്കയിൽ തന്നെ നിൽക്കുന്നവർക്ക് വിദാഇന്റെ തവാഫ് അത് അവർക്ക് നിർബന്ധമില്ല. അങ്ങനെ നാം ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ തയ്യാറാക്കി യാത്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് നാം കഅബയോട് വിട പറയാൻ വിദാഇന്റെ തവാഫിന് വേണ്ടി കഅബത്തിന്റെ അടുത്തേക്ക് വന്ന് അവിടെ വെച്ച് 7 പ്രാവശ്യം വിദാഇന്റെ തവാഫ് ചെയ്യണം. വിദാഇന്റെ തവാഫിൽ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. മറ്റുള്ള ഉംറയുടെയും ഹജ്ജിന്റെയും ഭാഗമായി വരുന്ന തവാഫിൽ നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്. എന്നാൽ വിദാഇന്റെ തവാഫിന് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. വിദാഇന്റെ തവാഫിന് നിയ്യത്ത് ചെയ്യുമ്പോൾ നവൈതു തവാഫൽ വിദാഇ സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ 7 പ്രാവശ്യം വിദാഇന്റെ തവാഫ് ചെയ്യാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക. ഹജ്ജിന്റെയോ ഉംറയുടെയോ തവാഫാണെങ്കിൽ ഹജ്ജിന്റെ തവാഫാകുമ്പോൾ നവൈതു തവാഫൽ ഹജ്ജി അല്ലെങ്കിൽ നവൈതു തവാഫൽ ഇഫാദത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഹജ്ജിന്റെ തവാഫ് നിർവഹിക്കാൻ ഞാൻ കരുതി. അല്ലെങ്കിൽ ഉംറന്റേതാവുമ്പോൾ നവൈതു തവാഫൽ ഉംറത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഉംറയുടെ തവാഫ് 7 പ്രാവശ്യം നിർവഹിക്കാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ആണ് അവൻ നിർവഹിക്കേണ്ടത്. ഇപ്പൊ ഉംറയിലും അതുപോലെ ഹജ്ജിലും നിയ്യത്ത് നിർബന്ധമില്ലെങ്കിലും അത് സുന്നത്തായതുകൊണ്ട് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് നാം തവാഫ് ചെയ്യേണ്ടത്.
അങ്ങനെ വിദാഇന്റെ തവാഫ് 7 പ്രാവശ്യം, തവാഫിന്റെ എല്ലാ ഷർത്തുകളും സുന്നത്തുകളും എല്ലാം പാലിച്ച് അവൻ 7 പ്രാവശ്യവും പൂർത്തിയാക്കിയതിന്റെ ശേഷം തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് അവൻ നിസ്കരിച്ച് പിന്നീട് സംസം വെള്ളം കുടിച്ച് പിന്നീട് കഅബത്തിന്റെ അടുത്ത് വന്ന് മുൽത്തസിം എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ നിന്ന് ഹജറുൽ അസ്വദിന്റെയും അതുപോലെ കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് അവൻ ശരീരം കഅബയോട് ചേർത്ത് വെച്ച് അള്ളാഹുവിനോട് മനമുരുകി ഹൃദയം പൊട്ടി ദുആ ചെയ്ത് അവന്റെ ഉഖ്റവിയായ കാര്യങ്ങൾ, അവന്റെ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനോട് മനസ്സുരുകി പറഞ്ഞ് അവൻ ദുആ ചെയ്തുകൊണ്ട് കഅബയോട് വിട പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവൻ യാത്രയുടെ കാര്യങ്ങളിൽ വ്യാപൃതനായി തിരിച്ചു പോരുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് വിദാഇന്റെ തവാഫ് ചെയ്താൽ കൂടുതൽ സമയം അവിടെ നിൽക്കുക എന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് അവൻ അവിടെ നിന്ന് യാത്ര തിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ പൂർത്തിയാക്കി നാം മടങ്ങുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തും മഗ്ഫിറത്തും നമുക്ക് ലഭിക്കും. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അർക്കാനുകളുണ്ട് അഥവാ ഫർളുകൾ, വാജിബാത്തുകളുണ്ട് അഥവാ നിർബന്ധങ്ങൾ. അർക്കാനുകൾ നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരമില്ല, വാജിബാത്തുകൾ നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ട്. അർക്കാനുകൾ മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്. ഇഹ്റാം ചെയ്യുക, അറഫയിൽ നിൽക്കുക, തവാഫ് ചെയ്യുക, സഈ ചെയ്യുക, മുടി നീക്കുക, തർത്തീബ് കർമ്മപ്രകാരം ചെയ്യുക. ഈ ഫർളുകൾ നഷ്ടപ്പെട്ടാൽ അത് പരിഹരിക്കാൻ കഴിയുകയില്ല. അതിൽ തന്നെ അറഫയിൽ നിൽക്കുക എന്ന ഫർള്, അത് നഷ്ടപ്പെട്ടാൽ, അറഫയിൽ നിൽക്കേണ്ടത് ദുൽഹജ്ജ് 9 ഉച്ച മുതൽ പെരുന്നാളിന്റെ സുബൈന്റെ ഇടയിലുള്ള സമയമാണ്. ആ സമയത്ത് അവിടെ നിന്നെങ്കിലേ അറഫ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ആ സമയത്ത് നിൽക്കാതെ അറഫ നഷ്ടപ്പെടുത്തിയാൽ അവനിക്ക് ഹജ്ജ് നഷ്ടമാകും. ഹജ്ജ് നഷ്ടമാകുന്നതോട് കൂടെ അവൻ ബാക്കിയുള്ള അമലുകൾ ചെയ്തുകൊണ്ട് ഹജ്ജിൽ നിന്ന് അവൻ വിരമിക്കണം. സയ്യും തവാഫും മുടികളയലും ചെയ്തുകൊണ്ട് അവൻ ഹജ്ജിൽ നിന്ന് വിരമിക്കണം. പക്ഷേ ഈ ഹജ്ജ് അടുത്ത വർഷം അവൻ ഖളാ കൂട്ടണം. ഈ അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെടുത്തിയ കാരണം അവനിക്ക് ഫിദിയ നിർബന്ധമാവുകയും ചെയ്യും. അടുത്ത വർഷം ഖളാ ആയ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതോടുകൂടി ഈ അറവിന്റെ സമയമായി, ആ അറവ് അവനിക്ക് നിർബന്ധമായി. ഇനി മറ്റുള്ള തവാഫ്, സഈ, മുടി നീക്കൽ, ഇതിനിക്ക് സമയപരിധിയില്ല. എത്ര ബന്ധിച്ചാലും അത് നിർവഹിക്കാം. പക്ഷെ അത്രയും കാലം അവൻ ഇഹ്റാമിലായിരിക്കും. അഥവാ അത് നഷ്ടപ്പെടുത്തിയാൽ അതിനിക്ക് പരിഹാരം ചെയ്യാൻ കഴിയുകയില്ല, അവന്റെ ഹജ്ജ് ബാത്തിലായി പോകും. ഇനി വാജിബാത്തുകൾ, വാജിബാത്തുകൾക്ക് നഷ്ടപ്പെട്ടാൽ, വാജിബാത്തുകൾ നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ട്. അപ്പോൾ ആ വാജിബാത്തുകൾ നഷ്ടപ്പെട്ടതിന്റെ പരിഹാരം പറയുന്നതിന്റെ മുമ്പ് തമത്വമായിക്കൊണ്ട് ഹജ്ജ് ചെയ്യുമ്പോൾ അതിനിക്ക് ഫിദിയ നിർബന്ധമാണ്. തമത്വമായി ഹജ്ജ് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്ത് മക്കയിൽ എത്തി ഉംറന്റെ അമലുകളൊക്കെ നിർവഹിച്ച് പിന്നീട് ദുൽഹജ്ജ് 7 or 8 വരുമ്പോൾ മക്കയിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്ന രീതിക്കാണ് തമത്തു എന്ന് പറയുന്നത്. ആ രീതി സ്വീകരിക്കുമ്പോൾ അവിടെ അറവ് നിർബന്ധമാണ്, ഫിദിയ നിർബന്ധമാണ്. ആ ഫിദിയ ഇനി ഒഴിവാകണമെങ്കിൽ അവൻ മക്കയിൽ നിന്ന് മറ്റേതെങ്കിലും മീക്കാത്തിലേക്ക് പോയി ഇഹ്റാം ചെയ്തു വരണം. ഇനി മദീനയിലേക്ക് സിയാറത്തിന് പോയവർ അവിടെ തിരിച്ചു വരുമ്പോൾ മദീനയുടെ മീക്കാത്തിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്തു വന്നാൽ അവർക്കും ഈ ഫിദിയ ഒഴിവാകും, അവർക്ക് അറവ് വേണ്ടി വരികയില്ല. എന്താണ് ഈ തമത്വമായി ഹജ്ജ് ചെയ്യുമ്പോൾ ഫിദിയ നിർബന്ധമാകുന്നത്? അത് മക്കയിൽ വെച്ചുകൊണ്ട്
ഇഹ്റാം ചെയ്യാൻ അനുമതിയുള്ളത് മക്കൾക്കാർക്കും, മക്കയിൽ താമസമാക്കിയ മുഖീമിങ്ങൾക്കും, ജോലിക്കോ മറ്റോ അവിടെ പോയി താമസമാക്കിയ ആളുകൾ, അവർക്ക് അവിടെ നിന്ന് ഇഹ്റാം ചെയ്യാൻ അനുവദനീയമുള്ളൂ. നമ്മൾ ഈ ആവശ്യാർത്ഥം അവിടെ പോയവരാണ്. അപ്പം നമ്മൾ മക്കയിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്ത് നാം ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അത് തമത്തുവിന്റെ രീതിയാണ്. അപ്പോൾ നമുക്ക് അറവ് നിർബന്ധമാകും. അതുപോലെ മീക്കാത്തിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യാതെ ഈ വ്യക്തി അവിടെ എത്തിയാൽ അവർക്കും ഇതുപോലെ തന്നെ ഫിദിയ നിർബന്ധമാകും. അപ്പോ തമത്തുവിന്റെയും അതുപോലെ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യാത്തവർക്ക് അവർക്കുള്ള ഫിദിയ എന്താണ്? അത് അവര് ആടിനെ അറക്കണം. ഒരാടിനെ അറക്കണം. അതിന് കഴിയുന്നില്ല എങ്കിൽ, ആട് കിട്ടാത്തതുകൊണ്ടോ പൈസ ഇല്ലാത്തതുകൊണ്ടോ കഴിയുന്നില്ല എങ്കിൽ 10 നോമ്പ് നോൽക്കണം. അത് 3 ഹജ്ജിന്റെ വേളയിൽ നോൽക്കണം, 7 നാട്ടിലെത്തിയിട്ട് നോൽക്കണം. ഹജ്ജിന്റെ വേളയിൽ 3 നോൽമ്പ് നോൽക്കാൻ കഴിയണമെങ്കിൽ ദുൽഹജ്ജ് 6 മുമ്പ് ഇഹ്റാം ചെയ്യണം. എന്നെങ്കിലേ ഹജ്ജിന്റെ അവസരത്തിൽ അവനിക്ക് 3 നോമ്പ് നോൽക്കാൻ കഴിയുള്ളൂ. കാരണം അറഫന്റെ നോമ്പോൽക്കൽ കറാത്താണ്, പെരുന്നാളിനും അയ്യാം ദോശിക്കും നോമ്പോൽക്കൽ ഹറാമുമാണ്. പിന്നെ 8ന്റെ അന്ന് മിനയിൽ നിൽക്കുന്നത് കൊണ്ട് നോമ്പില്ലാതിരിക്കലാണ് സൗകര്യം. അപ്പോൾ അവനക്ക് സൗകര്യമായി 3 ദിവസം നോമ്പോൽക്കാൻ കഴിയണമെങ്കിൽ ദുൽഹജ്ജ് 6 മുമ്പ് അവൻ ഇഹ്റാം ചെയ്യണം. അങ്ങനെ 3 നോമ്പ് ഹജ്ജിന്റെ വേളയിലും ബാക്കി 7 നാട്ടിലെത്തിയിട്ടും നോൽക്കണം. ഇനി ഇത് ഹജ്ജിന്റെ സന്ദർഭത്തിൽ നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ 10 നോമ്പ് നാട്ടിൽ നിന്ന് നോൽക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 നോമ്പ് ആദ്യം നോറ്റ് പിന്നെ ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് കൊടുത്ത് പിന്നീട് 7 നോമ്പ് നോൽക്കുകയാണ് വേണ്ടത്. 3 ദിവസം നോമ്പ് നോൽക്കുക, 5 ദിവസം ഇടവേള, അത് കഴിഞ്ഞിട്ട് പിന്നെ 7 ദിവസം നോമ്പ് നോൽക്കുക. ഇനി ഈ നോമ്പ് നോൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നീട് അവൻ ചെയ്യേണ്ടത് 10 മുദ് ധാന്യം, അരി, അത് മിസ്കിന്മാർക്ക് നൽകുക എന്നതാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി വാജിബാത്തുകൾ നഷ്ടപ്പെടുത്തിയാൽ, അഥവാ മുസ്ദലിഫയിൽ രാപ്പാർക്കുക, മിനയിൽ രാപ്പാർക്കുക, അതുപോലെ ഖദാഇന്റെ തവാഫ് ചെയ്യുക, അതുപോലെ ജംറകളിലേക്ക് എറിയുക, ഇങ്ങനത്തെ വാജിബാത്തുകൾ നഷ്ടപ്പെടുത്തിയാൽ അതിന് നൽകേണ്ട ഫിദിയ ഒരറവ് നടത്തണം, ഒരാടിനറക്കണം. അതിന് കഴിയുന്നില്ല എങ്കിൽ 10 ദിവസം നോമ്പ് നിൽക്കണം. അതിന് കഴിയുന്നില്ല എങ്കിൽ അവൻ 10 മുദ് ധാന്യം നൽകണം. അങ്ങനെ വാജിബാത്തുകൾ നഷ്ടപ്പെടുത്തിയാൽ ഈ പരിഹാരം അവൻ ചെയ്യണം. മിനയില് രാപ്പാർക്കൽ 1 ദിവസം ഒഴിവാക്കിയാൽ 1 മുദ് നൽകണം. 1 ദിവസം നിന്ന് 2 ദിവസത്തെ ഒഴിവാക്കിയാൽ 2 മുദ് നൽകണം. ഇനി 2 ദിവസം നിന്ന് 3-ാമത്തെ ദിവസം നിൽക്കാതെ 2-ാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് പോരുന്ന ആളുകൾ, അവർക്ക് ആ ദിവസത്തെ ഒഴിവാകും. അവർക്ക് ഫിദിയ ആവശ്യമില്ല. അവരുടെ ഫിദിയയും ഒക്കെ ഒഴിവായി പോകും. ഇനി 3 മുതൽ 70 വരെയുള്ള എറിയൽ അവന്റെ വക്കൽ നിന്ന് ഒഴിവാക്കിയാൽ അതിന് 1 ഫിദിയ നൽകണം. 3 മുതൽ 70 വരെയുള്ള ഒഴിവായി പോയാൽ 1 ഫിദിയ നൽകിയാൽ അത് പരിഹാരമാകും. അവസാനത്തെ ജംറയിലേക്ക് 1 ഒഴിവാക്കിയാൽ അതിന് 1 മുദ് നൽകണം. 2 ഒഴിവാക്കിയാൽ 2 മുദ് നൽകണം. ഇനി
നാം ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിൽ നിഷിദ്ധമായ കാര്യങ്ങൾ, മുഹറമാത്തുൽ ഇഹ്റാം, ഇഹ്റാം ചെയ്താൽ പിന്നീട് ഹറാമായ കാര്യങ്ങൾ, അത് ചെയ്താലുള്ള ഫിദിയ മുമ്പ് നമ്മൾ വിശദീകരിച്ചു. എന്നാലും ഒന്നും കൂടി പറയാം. തലയിൽ എണ്ണിടുകയോ താടിയിൽ എണ്ണിടുകയോ അല്ലെങ്കിൽ തല മറക്കുകയോ സ്ത്രീ മുഖം മറക്കുകയോ അല്ലെങ്കിൽ പുരുഷൻ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കുകയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിനുള്ള പരിഹാരം ഒരു അറവ് നടത്തണം. ഇനി അല്ലെങ്കിൽ അഥവാ അറവ് അവൻ നടത്തുന്നില്ലെങ്കിൽ അവൻ 3 സാഅ് ധാന്യം അരി അത് 6 മിസ്കീന്മാർക്ക് നൽകണം. അഥവാ ഒരു മിസ്കീന് അര സ്പാവ് കിട്ടണം. 1/600 മില്ലി ലിറ്റർ, 1.5 കിലോ. ഇത് ഓരോ മിസ്കീനും 1/600 മില്ലി ലിറ്റർ അര സ്വാഗ് നൽകണം. അങ്ങനെ 6 മിസ്കീന്മാർക്ക്. ഈ 3 സ്വാഗും കൂടി ഒരു മിസ്കീൻ നൽകിയാൽ പോരാ, അര സ്വാഗ് വീതം 6 മിസ്കീന്മാർക്ക് അവൻ നൽകണം. അല്ലെങ്കിൽ അവൻ 3 നോമ്പ് നിൽക്കണം. ഇത് അവനക്ക് ഇഷ്ടം പോണം ചെയ്യാം. ഒന്നിരിക്കൽ അറവ് നടത്തുക, അല്ലെങ്കിൽ 3 സ്വാഗ് 6 മിസ്കീന്മാർക്ക് 1.5 കിലോ അരി വീതം 6 മിസ്കീന്മാർക്ക് നൽകുക, അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് നിൽക്കുക. ഇതില് ഇഷ്ടമുള്ളത് ചെയ്യാം. നേരത്തെ വാജിബാത്ത് ഒഴിവാക്കി കൊടുത്ത് അവിടെ അറവിന് കഴിയുന്നില്ലെങ്കിലാണ് 10 നോമ്പ് നിൽക്കേണ്ടത്. 10 നോമ്പ് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലാണ് 10 മുദ് ധാന്യം അരി നൽകേണ്ടത്. ഇനി നാം മനസ്സിലാക്കേണ്ടത്, തവാഫ് ചെയ്യുന്ന സമയത്ത് ശുദ്ധി വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ചിലർക്ക് ഒരു സംശയം, ഈ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൂടി തിങ്ങി പോകുന്ന സമയത്ത് അത് ഒളു സൂക്ഷിക്കാൻ കഴിയൂലല്ലോ എന്ന്. അവിടെ നാം മനസ്സിലാക്കണം, തവാഫ് 2 തവാഫ് കിട്ടി, 3 തവാഫ് കിട്ടി, അതിന്റെ ശേഷമാണ് ഒന്നു മുറിയുന്നുവെങ്കിൽ പിന്നീട് ഒന്നു എടുത്തു വന്ന് 3ന്റെ ബാക്കിയുള്ളത് അല്ലെങ്കിൽ 2ന്റെ ബാക്കിയുള്ളത് ചെയ്താൽ മതി. ഒന്നു മുറിയലോട് കൂടി തവാഫ് എല്ലാം കൂടി ബാത്തിലാവൂല. ആ കിട്ടിയത് കിട്ടി, ബാക്കിയുള്ള പൂർത്തിയാക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഒരാൾ ഒറ്റക്കൊക്കെ, ഒരു പുരുഷൻ ഒറ്റക്കൊക്കെ ആണെങ്കിൽ അവനക്ക് ദൂരത്ത് കൂടി നടന്നിട്ടോ ശ്രദ്ധിച്ച് നടന്നിട്ടോ ഒക്കെ അത് നോക്കാൻ കഴിയും. ഇനി അവന്റെ കൂടെ മെഹറമായ സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ കൂടെ മറ്റു സ്ത്രീകളും എല്ലാം കൂടി ഒരുമിച്ച് എല്ലാം കൂടി ബുദ്ധിമുട്ടായി വരുന്ന ഒരു രൂപത്തിലാണ് എങ്കിൽ നമുക്ക് ഇത്ര നോക്കി ശ്രദ്ധിക്കാൻ കഴിയുകയില്ലെങ്കിൽ ഷാഫി മദ്ഹബിൽ തന്നെ ഒരു ഖൗലുണ്ട്, സ്പർശിച്ചവന്റെ മുറിയുള്ളൂ, സ്പർശിക്കപ്പെട്ടവൻ്റെത് മുറിയുകയില്ല. തൊട്ടവൻ്റെതേ മുറിയുള്ളൂ, തൊടപ്പെട്ടവൻ്റെത് മുറിയുകയില്ല എന്ന ആ കൗല്, ബലപ്പെട്ട കൗല് രണ്ടാമത് മുറിയുന്നതാണ്. പക്ഷെ രണ്ടാമത്തെ ഒരു കൗലുണ്ട്, തൊട്ടവൻ്റെതേ മുറിയുള്ളൂ, തൊടപ്പെട്ടവൻ്റെത് മുറിയുകയില്ല. അപ്പൊ നമ്മളാരും തൊടാൻ പോണ്ട, നമ്മൾ സ്ത്രീകളെ തൊടാൻ പോണ്ട, സ്ത്രീകൾ പുരുഷന്മാരും തൊടാൻ പോണ്ട. അങ്ങനെ നമ്മൾ അഥവാ തൊട്ടാല് നമ്മളത് മുറിയില്ല എന്ന ആ മസാല പിടിച്ചുകൊണ്ട് നമുക്ക് അമൽ ചെയ്യാം. ഇപ്പം മദ്ഹബ് മാറേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതൊന്നും കഴിയാത്ത, ഒരിക്കലും സാധ്യമല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ, പ്രായമുള്ളവരോ രോഗമുള്ളവരോ ഒക്കെയാണ് എങ്കിൽ, ഇതെല്ലാം ശ്രദ്ധിച്ച് അവർക്ക് പോകാൻ കഴിയില്ലാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ അപ്പോ ബന്ധപ്പെട്ടൊരു പണ്ഡിതനോട്, ഒരു ഉസ്താദിനോട്, അമീറിനോടൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് ഹനഫി മദ്ഹബ് പ്രകാരം ആ തവാഫിന്റെ അമൽ പൂർത്തിയാക്കാം. പക്ഷെ അത് നമ്മളങ്ങോട്ട് ഇനിയിപ്പ ഹനഫി മദ്ഹബാണ്, ആർക്കും ആരെയും തൊടാം എന്ന ഒരു രീതിയിലാകരുത്. അത് ഉത്തരവാദിത്തപ്പെട്ടൊരു പണ്ഡിതനോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഉസ്താദിനോട് ഒക്കെ അന്വേഷിച്ചിട്ട് അതിന്റെ മസലകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ തന്നെ ആ മദ്ഹബ് അനുസരിച്ച് തവാഫ് ചെയ്യുമ്പോൾ ആ മദ്ഹബ് അനുസരിച്ചുള്ള മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതും നാം മനസ്സിലാക്കിയിട്ട് നാം ചെയ്യാവൂ. അല്ലാതെ അത് ഹോൾസെയിലായി ഇനിയിപ്പോ ഇവിടെ മദ്ഹബ് മാറിയിക്കണ്, ആർക്കും ആരെയും തൊടാം എന്നൊരു കണ്ടീഷനിൽ ആകാൻ പാടില്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ നാം കൃത്യമായി നിർവഹിച്ച് വിദാഇന്റെ തവാഫും ചെയ്ത് നാം പോരുമ്പോൾ
നേരത്തെ മദീനയിൽ പോയിട്ടില്ല എങ്കിൽ മദീനയിൽ പോയി റൗള ഷരീഫ് സിയാറത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുക്കൊക്കെ സലാം പറഞ്ഞ് അവിടെ നിന്നൊക്കെ ദുആ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ നാം അവിടെ നിന്ന് കരഞ്ഞ് ദുആ ചെയ്ത്, അതുപോലെ മറ്റ് ജന്നത്തുൽ ബഖീലും മറ്റ് സ്വഹാബത്തിന്റെ മഖ്ബറകളിലും ബദർ സ്ഥലങ്ങളിലും ഉഹുദ് ശോതാക്കള സ്ഥലങ്ങളിലും ഒക്കെ പോയി സിയാറത്ത് ചെയ്ത് നമുക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ഒരു അടിമയായി മഹാന്മാരെ ബറക്കത്തും മദതും ലഭിച്ച് നമുക്ക് നല്ല രൂപത്തിൽ തിരിച്ചു വരാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചില ആളുകൾ മക്കയിലേക്ക് ഹജ്ജിന് പോയാൽ മദീന ലക്ഷ്യം വെച്ചാൽ ഹജ്ജ് ബാത്തിലാവും എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ അത് ശിർക്കാണ്, തെറ്റാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അവരെ ഷർറ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരണം ഖൈറാകുമ്പോൾ ഈമാനോടുകൂടി സലാമത്തോടി മരിക്കുന്ന സ്വഅദാക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചെയ്യുന്ന അമലുകളൊക്കെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ, ഉസ്താദുമാർ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ അവർക്കും നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു